ഹായ് മക്കളെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ സ്കൂളുകളിലും അതുപോലെ ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ പഠിക്കുന്ന മക്കളായിരിക്കും. ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എന്നാൽ പോലും ആ ബാലൻസിങ് ഒന്നും ശരിയായിട്ടില്ല സാർ, അതുപോലെ റിഡോക്സ് റിയാക്ഷൻ ഒന്ന് പഠിപ്പിച്ചു തരുമോ, റിഡോക്സ് റിയാക്ഷൻ ഒന്ന് സെറ്റാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടം പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റും നമുക്ക് പേഴ്സണലി മെസ്സേജും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2026 നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും 25 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുമെല്ലാം ഞങ്ങൾ +1 വിദ്യാർത്ഥികളുടെ കെമിസ്ട്രിയെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഈ സീരീസിൽ ആദ്യം തന്നെ ഞാൻ റിഡോക്സ് റിയാക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. വളരെ സിമ്പിളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടൊരു നോട്ട് എടുത്തിട്ട് എഴുതിയിട്ട് എൻ്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു 10-20 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അതിന് ശേഷം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. നിനക്ക് സിമ്പിളായിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിഡോക്സ് റിയാക്ഷനാണ്. നോക്കിക്കോ മോനെ, റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. സിമ്പിൾ, ഓക്സിഡേഷനും നടക്കണം റിഡക്ഷനും നടക്കണം. ഓക്കെ, അത് ഡീലാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, എന്താണ് സാർ ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താണ് സാർ റിഡക്ഷൻ എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ്റെ ഡെഫിനിഷൻസ് ആണ്. എഴുതിക്കോ മോനെ, ഡെഫിനിഷൻസ് ഓഫ് ഓക്സിഡേഷൻ. എന്താണ് ഓക്സിഡേഷൻ? മോനെ, ഞാൻ ഇനി പറയുന്നതെല്ലാം ഓക്സിഡേഷൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഓക്സിഡേഷൻ്റെ ഡെഫിനിഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം റിഡക്ഷൻ്റെ ഡെഫിനിഷൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ഓർത്തിരുന്നോ. ഓക്സിഡേഷൻ്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. എടാ, ഓക്സിജനെ ആഡ് ചെയ്ത് കൊടുക്കുക, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഡീലാണല്ലോ. രണ്ടാമത്തെ കേട്ടോട്ടടാ, അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. എടാ, ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള കുറേ ആറ്റങ്ങളില്ലേ, ഫ്ലൂറിന്, ക്ലോറിന്, ഹാലജൻസ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, നൈട്രജൻ, ഇവരൊക്കെ നല്ല ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. ഇവരെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പേര് വിളിക്കുക. നമ്പർ 3, ഹൈഡ്രജൻ്റെ ടേമിലാണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാകും. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. എടാ, ഹൈഡ്രജൻ്റെ റിമൂവലാണ്. അല്ലെങ്കിൽ നമ്പർ 4 കേട്ടോളനെ, റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. ഒരു ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റൽസിനെ പോലെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഡീലാണല്ലോ. അഞ്ചാമത്തത് കേട്ടോട്ടടാ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോളനെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ആഹാ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകലാണ് ഓക്സിഡേഷൻ. ഡെഫിനിഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് 6th വൺ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇങ്ങനെ 6 ഡെഫിനിഷൻസ് ആണ് ഓക്സിഡേഷൻ ഉള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയടാ. ഒന്ന്, അഡീഷൻ ഓഫ് ഓക്സിജൻ, സിമ്പിൾ അല്ലേ. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം, ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് കൊഴിഞ്ഞു പോവുക, ഇലക്ട്രോൺസ് നഷ്ടപ്പെടുക, അതുപോലെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. എടാ മോനെ, ഈ 6 ഡെഫിനിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 6ാമത്തെ ഡെഫിനിഷനാണ്, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അതുവഴിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ മെജോറിറ്റി ആസ്പെക്റ്റിലും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാണാം, എന്താണ് ഓക്സിഡേഷൻ നമ്പർ, എല്ലാം ഞാൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞുതരും. ഒന്ന് വെയിറ്റ് ചെയ്യും. എടാ, ഓക്സിഡേഷൻ്റെ ഡെഫിനിഷൻസ് ഇതാണെങ്കിൽ റിഡക്ഷൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എടാ, റിഡക്ഷൻ്റെ 1, 2, 3, 4, 5, 6 ഡെഫിനിഷൻ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. വീഡിയോ ഒന്നാണ് പോസ് ചെയ്ത് വെക്കുക. 6 ഡെഫിനിഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എടാ, അഡീഷൻ പറഞ്ഞതൊക്കെ റിമൂവൽ ആക്കുക, റിമൂവൽ പറഞ്ഞതൊക്കെ അഡീഷൻ ആക്കുക, ലോസ് പറഞ്ഞതൊക്കെ ഗെയിൻ ആക്കുക, ഇൻക്രീസ് പറഞ്ഞത് ഡിക്രീസ് ആക്കുക. വീഡിയോ പോസ് ചെയ്തോ. വീഡിയോ പോസ് ചെയ്തിട്ട് 6 ഡെഫിനിഷൻ എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത്. എഴുതി കഴിഞ്ഞതിന് ശേഷം എടാ മോനെ, ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിക്കോ. ഞാനിങ്ങനെ പറഞ്ഞു പോകാം, എഴുതുന്നില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിമൂവൽ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുക, കിട്ടുക, ദാറ്റ് ഈസ് റിഡക്ഷൻ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ബസ്, ഡെഫിനിഷൻസ് തീർന്നു. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഹെഡിങ് എഴുതുക, ഓക്സിഡേഷൻ നമ്പർ.
കാൽക്കുലേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്ന് ഹെഡിങ് എഴുതി വെച്ചു. എടാ മോനെ, ലോകത്ത് ഞാൻ ഇനി പറയുന്ന 8 റൂള് പഠിച്ച ആർക്കും ഏത് കോമ്പൗണ്ടിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റും. ഏത് കോമ്പൗണ്ടിലെ ഏത് ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാനും ഞാൻ ഇനി പറയുന്ന ഒരു 8 റൂളുണ്ട്. ആ 8 റൂള് റിഡോക്സ് റിയാക്ഷൻ്റെ ഹൃദയമാണ് മോനെ. ആ 8 റൂള് പഠിച്ചു കഴിഞ്ഞാൽ നിൻ്റെ റിഡോക്സ് റിയാക്ഷൻ്റെ 50% കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കാത്തിരുന്നോ? 8 റൂളുകളുണ്ട് എന്നൊന്ന് മെൻഷൻ ചെയ്തോ. 8 റൂൾസ്. ആ 8 റൂൾസ് 1 by 1 ആയിട്ട് ഞാൻ എഴുതി തരും. എല്ലാവരും എൻ്റെ കൂടെ ചാടി നിന്നോളണേ. ദാ പിടിച്ചോ, ഒന്നാമത്തത് എഴുതി വെച്ചോ മോനെ. റൂൾ നമ്പർ 1, റൂൾ 1 എന്നൊക്കെ വൃത്തിയായിട്ട് എഴുതി വെച്ചോട്ടോ. റൂൾ 1 എഴുതിക്കോ മോനെ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് എനി ആറ്റം, വേഗം എഴുതൂ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് എനി ആറ്റം ഇൻ എലമെൻ്ററി സ്റ്റേറ്റ് ഈസ് 0. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എലമെൻ്ററി സ്റ്റേറ്റിലുള്ള ഏതൊരാറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 എടാ, എലമെൻ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒറ്റക്ക് നിൽക്കുക. ഒരാൾ ഒറ്റക്ക് നിൽക്കുമ്പോഴെല്ലാം അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ഫോർ എക്സാമ്പിൾ, കണ്ടോ മോനെ, സോഡിയം എന്ന് വെറുതെ പറഞ്ഞു. സോഡിയം ഒറ്റക്ക്, വേറെ ആരുമില്ല, സോഡിയം ഒറ്റക്ക്, അപ്പോൾ 0. മഗ്നീഷ്യം എന്നൊറ്റക്ക് പറഞ്ഞു, 0. ഹീലിയം എന്നൊറ്റക്ക് പറഞ്ഞു, 0. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണേ, H2 എന്ന് പറഞ്ഞാൽ ഒറ്റക്കാണോ? ആണ്. എടാ, ഒരു ടൈപ്പല്ലേ H2 എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ചോദിക്കാമല്ലോ സാറേ, H2 എന്ന് പറഞ്ഞാൽ 2 ആളില്ലേ? 2 ആളുണ്ട്, പക്ഷേ 2 ആരാ? ഹൈഡ്രജൻ തന്നെ. അപ്പോൾ ഒരേ ടൈപ്പ് ആളാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ മുകളിലാണ് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുക. കണ്ടോ, H2, കണ്ടോടാ, Cl2, 2 എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, 2 ഒരേപോലെയാണ്, 0. O3 എന്ന് പറഞ്ഞു. ആഹാ, O3, ഓസോൺ, കണ്ടോ, 3 എണ്ണം ഇല്ലേ? 3 എണ്ണം ഉണ്ട് എന്നൊന്നും മിണ്ടാൻ പാടില്ല. 3 ടൈപ്പ് ഇല്ല, ഒരു ടൈപ്പേ ഉള്ളൂ. ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എലമെൻ്ററി സ്റ്റേറ്റ്, സോ 0. മനസ്സിലായോ? അപ്പോൾ പിന്നെ P4 എന്ന് പറഞ്ഞാലും S8 എന്ന് പറഞ്ഞാലും കാർബൺ 60 എന്ന് പറഞ്ഞാലും ഇതൊക്കെ 0 കാരണം എന്താ? അവിടെ എല്ലാം ഒരേ ടൈപ്പ് ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം എലമെൻ്ററി സ്റ്റേറ്റിലാണ്. മനസ്സിലായോ? അപ്പോൾ റൂൾ നമ്പർ 1 ഭയങ്കര സിമ്പിൾ അല്ലേടാ. എലമെൻ്ററി സ്റ്റേറ്റിലുള്ള ഏതൊരാറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ 0 എന്നതാണ് റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2 എഴുതിക്കാൻ മോനെ. റൂൾ നമ്പർ 2 രണ്ടാമത്തെ റൂൾ എഴുതി വെച്ചോട്ടാ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ അയോൺ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. ഒരു അയോണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അതിൻ്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. അയോൺ എന്ന് പറഞ്ഞാൽ ആരാ മോനെ? ചാർജ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതുതന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതാ കണ്ടോ, ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ആ എക്സാമ്പിൾസിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ ഞാൻ അതിൻ്റെ അപ്പുറത്ത് കൊടുക്കാം. നോക്കിക്കോ മോനെ, Na+ എന്ന് കണ്ടു. ആഹാ, Na+ കണ്ടോ, ഒരു പ്ലസ് വന്നാൽ അത് അയോണായി. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ? +1. അങ്ങനെ മനസ്സിലായി? പ്ലസ് എന്ന് കണ്ടു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന്. എത്രയാണോ അതിൻ്റെ ചാർജ് അത് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഒരാൾ വന്നിട്ട് Mg2+ എന്ന് പറഞ്ഞു, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. Al3+ എന്ന് പറഞ്ഞു, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. കണ്ടോ, Cl- എന്ന് പറഞ്ഞു, -1. ഡീലല്ലേടാ. ഇതാ N3- എന്ന് പറഞ്ഞു. എന്തിനാ പേടിക്കണേ? -3. എത്രയാണോ അതിൻ്റെ ചാർജ് അത് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. എപ്പോൾ? റൂൾ നമ്പർ 2 ശരിക്കും പഠിക്കണേ. ഒരു അയോണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്, അതിൻ്റെ ചാർജിന് ഈക്വലാണ്. പഠിച്ചില്ലേ മോനെ? റൂൾ നമ്പർ 2 സെറ്റ്. റൂൾ നമ്പർ 3 നോക്കിക്കോ മോനെ. റൂൾ നമ്പർ 3 എല്ലാവരും എൻ്റെ കൂടെ ചാടി നിൽക്കണേ. ഇതാ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഗ്രൂപ്പ് 1 എലമെൻറ്റ് ഈസ് ഓൾവേസ് +1. ഗ്രൂപ്പ് 1 എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +1 ആയിരിക്കും. ഗ്രൂപ്പ് 1 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് വരിക? ഇതാ ചെറിയൊരു ലിസ്റ്റ് പിടിച്ചോ. ഗ്രൂപ്പ് 1ൻ്റെ കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇവരെല്ലാവരും ഗ്രൂപ്പ് 1 എന്നാലും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു 3 ആൾക്കാരെ ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. ആരാ? ലിഥിയം, അതുപോലെ സോഡിയം, അതുപോലെ പൊട്ടാസ്യം.
ഇവരൊക്കെ ഗ്രൂപ്പ് 1 എലമെൻറ്റാണ്. ഇവരെങ്കിലും പഠിച്ചു വെച്ചേക്കുക, 3 പഠിച്ചു വെച്ചേക്കുക. പിന്നെ റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്, എപ്പോഴും കാണുന്ന ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ വിടുകയാണ്. എടാ മോനെ എക്സാമ്പിൾ എന്നാ പിടിച്ചോ, NaCl കണ്ടല്ലോ, NaCl നോക്കടാ. NaCl എന്നതിൽ Na ഉണ്ട്. Na എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 എലമെൻറ്റാണ്, ഒന്നും നോക്കണ്ട, +1. മനസ്സിലായോ? ഇതാ നോക്കിയേ, K2SO4. ബാക്കിയുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കാണുക സാറേ? വെയിറ്റ് ചെയ്യടാ, നമ്മൾ റൂൾ നമ്പർ 3 എത്തിയിട്ടുള്ളൂ, സമയമുണ്ട്, നീ വെയിറ്റ് ചെയ്യ്. K2SO4 നോക്കിയേ, ഇതിലൊരു ഗ്രൂപ്പ് 1 എലമെൻ്റ് ഉണ്ട്. ആരാണത്? K, പൊട്ടാസ്യം. സോ അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? +1. ഒരു ഗ്രൂപ്പ് 1 എലമെൻറ്റ് ദുനിയാവിൻ്റെ ഏത് മൂലയിൽ വെച്ച് നീ കണ്ടാലും വിളിച്ചോ മോനെ, ഓക്സിഡേഷൻ നമ്പർ എത്ര? +1. സെറ്റല്ലേ? അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കും. ദാ ഞാനിങ്ങനെ തന്നു Na, ഹേയ് Na എന്ന് മാത്രം തന്നു. Na ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? ചാടി കയറിയിട്ട് +1 എന്നൊന്നും പറഞ്ഞേക്കല്ലേ. 0. എന്താ കാര്യം? എലമെൻ്ററി സ്റ്റേറ്റിലാ. ഹലോ, എലമെൻ്ററി സ്റ്റേറ്റിലാണെങ്കിൽ 0 ആണ് എന്നുള്ള റൂൾ നമ്പർ 1 മാറ്റമൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് 1 എലമെൻറ്റിന് +1 ആയിരിക്കുന്നു വലിയ വർത്താനം പറഞ്ഞതോ? എടാ അത് കോമ്പൗണ്ടിൻ്റെ കൂടെ വരുമ്പോഴാണ്, ഒരു കോമ്പൗണ്ടായിട്ട് വരുമ്പോഴാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അവിടെ ഒന്ന് റെഡിയാക്കി വെച്ചോ, ഓൾവേസ് +1 ഇൻ കോമ്പൗണ്ട്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ പ്രശ്നം തീരും. കോമ്പൗണ്ടുകളിൽ +1 എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വിഷമമില്ലല്ലോ. വെറുതെ നിൽക്കുമ്പോഴും +1 എന്നൊന്നും പറഞ്ഞേക്കല്ലേ. വെറുതെ നിൽക്കുമ്പോൾ 0 ആണെന്ന് പണ്ട് പറഞ്ഞതിൽ മാറ്റമില്ല. മനസ്സിലായില്ലേ മോനെ? അപ്പോൾ സോഡിയം എന്ന് വെറുതെ പറഞ്ഞാൽ 0 ആണ്, പക്ഷേ NaCl എന്ന് പറയുമ്പോൾ അതിലെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഇതാ റൂൾ നമ്പർ 4 പിടിക്ക്. റൂൾ നമ്പർ 4. എടാ റൂൾ നമ്പർ 4 ഇതേപോലെ സിമ്പിളാണ്. ഗ്രൂപ്പ് 1 എലമെൻറ്റിനെ കുറിച്ചല്ലേ ഞാനിപ്പോൾ പറഞ്ഞേ, എന്ന പോലെ പിടിച്ചോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ്, പിടിച്ചോ മോനെ, ഗ്രൂപ്പ് 2 എലമെൻറ്റ് ഈസ് ഓൾവേസ് +2. എവിടെ? ഇൻ കോമ്പൗണ്ട് എന്ന് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. ഒറ്റയ്ക്ക് വരുമ്പോഴല്ല, കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഫോർ എക്സാമ്പിൾ കണ്ടോ മോനെ, ഇതാ ഗ്രൂപ്പ് 2 എലമെൻറ്റ് ആരാന്നുള്ളതിനെ കുറച്ച് ആൾക്കാരെ പിടിച്ചോ. ആരാ ഗ്രൂപ്പ് 2 എലമെൻറ്റ്? ബെറിലിയം ഒരു ഗ്രൂപ്പ് 2 എലമെൻറ്റാണ്. മഗ്നീഷ്യം ഗ്രൂപ്പ് 2 എലമെൻറ്റാണ്. കാൽസ്യം ഗ്രൂപ്പ് 2 എലമെൻറ്റാണ്. 3 പഠിക്കുക. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഇവരൊക്കെ ഗ്രൂപ്പ് 2 ആണ്. 3 പഠിച്ചു വെച്ചേക്കുക, എപ്പോഴും കാണുന്ന ആൾക്കാർ. ഫോർ എക്സാമ്പിൾ നോക്കിക്കോട്ടെ, MgSO4 കണ്ടോ. MgSO4ൽ മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം ഈസ് എ ഗ്രൂപ്പ് 2 എലമെൻറ്റ്, സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +2. കാൽസ്യം കാർബണേറ്റ് എപ്പോഴും കാണുന്ന ആളല്ലേടാ. കാൽസ്യം കാർബണേറ്റ്, ഇതാ കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ എത്രയായിരിക്കും? +2. എല്ലാ ഗ്രൂപ്പ് 2 എലമെൻറ്റും ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. മറക്കുമോ? മറക്കാൻ പാടില്ല. റൂൾ നമ്പർ 5 പിടിച്ചേ മോനെ. റൂൾ നമ്പർ 5 പിടിച്ചോ മോനെ. റൂൾ 5 5ാമത്തെ റൂള് എഴുതി വെച്ചോട്ടടാ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് ജനറലി +1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ജനറലി +1. മുമ്പൊന്നും ഇല്ലാത്തൊരു പ്രത്യേക വാക്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജനറലി, സാധാരണ +1 ആണ് എന്ന് പറയുമ്പോൾ തന്നെ അസാധാരണമായി +1 അല്ലാത്ത സ്ഥലവും ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡീലല്ലേ മോനെ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സാധാരണ വരുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേടാ. ഹൈഡ്രജൻ വരുന്ന കുറേ ആൾക്കാർ ആരാ? H2O ഉണ്ട്, NH3 ഉണ്ട്, CH4 ഉണ്ട്, H2SO4 ഉണ്ട്. ഇങ്ങനെ ഹൈഡ്രജനുള്ള കുറേ കോമ്പൗണ്ട് ഉണ്ട്. അവിടെ എല്ലാം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. ഇതാ ഹൈഡ്രജൻ ആണ് +1. ഇതാ ഇവിടെ ഹൈഡ്രജൻ +1, ഇവിടെ ഹൈഡ്രജൻ +1. എന്നാൽ ഹൈഡ്രജൻ്റെ കാര്യത്തിൽ ഞാൻ ജനറലി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്ക് വിപരീതമായി ഹൈഡ്രജന് +1 അല്ലാത്ത സ്ഥലവും കാണാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ മോനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സെപ്ഷൻ പിടിച്ചോളൂ. എക്സെപ്ഷൻ, ഹൈഡ്രജന് +1 അല്ലാത്ത സ്ഥലം ഏതാ? ഇൻ പഠിച്ചോ, മെറ്റൽ ഹൈഡ്രൈഡ്. ഹൈഡ്രജൻ ഒരു മെറ്റലിൻ്റെ കൂടെ വന്നാൽ മെറ്റൽ ഹൈഡ്രൈഡ്, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. ആരോടും പറയണ്ട, ഹൈഡ്രജന് ജനറലി +1 ആണ്. പക്ഷെ ഒരു മെറ്റലിൻ്റെ കൂടെ വന്നാൽ, മെറ്റൽ എന്നുള്ളതുകൊണ്ട് ഞാൻ ആരാ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളിപ്പോൾ. എടാ നമ്മൾ നേരത്തെ പഠിച്ച ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2, എടാ ലിഥിയം ഇതാ കണ്ടോ, ലിഥിയം ഒരു ഗ്രൂപ്പ് 1 അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ വന്നു, LiH. സോഡിയം ഒരു ഗ്രൂപ്പ് 1 അതിൻ്റെ കൂടെ ഹൈഡ്രജൻ വന്നു. മഗ്നീഷ്യം, കാൽസ്യം ഒരു ഗ്രൂപ്പ് 2 എലമെൻറ്റാ, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ വന്നു. മഗ്നീഷ്യത്തിൻ്റെ കൂടെ ഹൈഡ്രജൻ വന്നു, MgH2 കണ്ടോ.
ഇവിടെ ഇങ്ങനെയൊക്കെ ഹൈഡ്രജൻ വരാം. ഈ വരുന്ന ഹൈഡ്രജൻ, മെറ്റലും ഹൈഡ്രജൻ ഒരുമിച്ച് വരുന്നവരെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് വിളിച്ച പേരാണ് പറ, മെറ്റൽ ഹൈഡ്രൈഡ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, മെറ്റൽ ഹൈഡ്രൈഡ്. ഈ മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 അല്ല -1 ആണ്. മരിച്ചാലും മറക്കാതെ ഓർത്ത് വെച്ചേക്കണേ, ഹൈഡ്രജൻ ജനറലി +1 പക്ഷേ മെറ്റൽ ഹൈഡ്രൈഡിൽ -1. ഒന്നും നോക്കണ്ട, LiH -1, NaH -1, MgH2 -1, CaH2 -1. മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. ഹൃദയത്തിലൊന്ന് എടുത്തു വെച്ചേക്കണം മോനെ. ഞാൻ നിന്നോട് പറഞ്ഞു 8 റൂള് പഠിച്ചാൽ പിന്നെ കുദാ ഹവ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷനിൽ ഒരു ചുക്കുമില്ല പഠിക്കാൻ. അത് സെറ്റാക്കി വെച്ചാൽ ബാക്കിയൊക്കെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് നീ ഒന്ന് മനസ്സ് വെക്ക്. ഈ 8 ഞാനാണ് പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആ 8 എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചിട്ട്, ഏതെങ്കിലും നിൻ്റെ മനസ്സിലില്ലെങ്കിൽ അത് മനസ്സിൽ കയറ്റാനുള്ള ഇഷ്ടത്തിനനുസരിച്ച് സമയമെടുത്ത് അത് സെറ്റാക്കിയിട്ട് മാത്രം വീഡിയോ നീ ബാക്കി കണ്ടാൽ മതി. എടാ മോനെ, റൂൾ നമ്പർ 6 എഴുതിക്കോ. റൂൾ നമ്പർ 6, 6ാമത്തെ റൂൾ. 6ാമത്തെ റൂൾ ആരാ അറിയാം നിങ്ങൾക്ക്? ഓക്സിഡേഷൻ നമ്പർ ഓഫ്, എഴുതി വെച്ചോ, ഓക്സിജൻ ഈസ് ജനറലി -2. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജനറലി -2 ആണ്. എടാ, ഓക്സിഡേഷൻ നമ്പറും ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒക്കെ ഒന്ന് തന്നെ. ജനറലി വന്നു, ആര്? ജനറലി. അപ്പം എന്ത് മനസ്സിലായി? എക്സെപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. ഒക്കെ ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യട്ടാ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജനറലി -2 ആണ്. ഫോർ എക്സാമ്പിൾ പിടിച്ചോ, സാധാരണ ഓക്സിജൻ വരുന്ന ആളാരാ? വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, H2SO4 ഉണ്ട്, പിന്നെ ആരാ? MgO ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഇതിലൊക്കെ ഓക്സിജൻ ഉണ്ട്. ഇവിടെ എല്ലാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊന്നുമോനെ പറ -2 ആണ്. ദേ പിടിച്ചോ, -2 -2 -2 -2. ജനറലി എല്ലായിടത്തും -2 ആണ്. എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എവിടെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എഴുതി വെച്ചോ. എക്സെപ്ഷൻ മോനെ 2 ഉണ്ട്. 2 എക്സെപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ എക്സെപ്ഷൻ ഇൻ പെറോക്സൈഡ്. മോനെ, പെറോക്സൈഡുകളിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 അല്ല. പെറോക്സൈഡിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. H2O2. അതുപോലെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം, Na2O2. വേറൊരാളെ ഞാൻ കാണിച്ചു തരാം, ആരാ? CaO2. ഇതൊക്കെ പെറോക്സൈഡാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ പെറോക്സൈഡാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവേണ്ട. അതൊന്നും നീ ബേജാറാവണ്ട, ഞാൻ കാണിച്ചു തരാം. പെറോക്സൈഡിലെല്ലാം -1 ആണ് ഓർത്ത് വെച്ചേക്കുക. ആ -1 ആണ് നീ മറന്നു തന്നെ കൂട്ടിക്കോ. പക്ഷേ അത് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കിയേടാ. ഈ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്ന് ഞാൻ നേരത്തെ നിന്നെ പഠിപ്പിച്ചില്ലേ? ഹൈഡ്രജൻ +1 ആണെങ്കിൽ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവാൻ ഇവിടെ എത്ര കൊടുക്കേണ്ടി വരും? -1 തന്നെ കൊടുക്കേണ്ടി വരും. എന്നാലല്ലേ അത് 0 ആകുള്ളൂ. +1 × 2 +2, -1 × 2 -2. അപ്പോഴല്ലേ ടോട്ടൽ 0 ആയി പോവുക. ടോട്ടൽ ഒരു മോളിക്യൂളിലെ എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി പരിഗണിച്ചാൽ അത് 0 ആവണം എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് 0 ആക്കണമെങ്കിൽ ഇവിടെ ഓക്സിജൻ -1 ആയല്ലേ പറ്റൂ. പിന്നെ നീ എന്തിനാ പെറോക്സൈഡ് ആണോ തേങ്ങയാണോ മണ്ണാങ്കട്ടയാണോ എന്ന് ആലോചിച്ച് നീ ബേജാറാവണം എന്തിനാ? നീ അത് പെറോക്സൈഡ് ആണെന്ന് പറ്റുമെങ്കിൽ പഠിക്ക്, പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷെ നിൻ്റെ കണക്ക് തെറ്റൂല. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നീ അവിടെ -1 എത്തും. താഴെ നോക്കിക്കോ. സോഡിയം. ആരാ സോഡിയം? ഗ്രൂപ്പ് 1 എലമെൻറ്റ്. ഓൾവേസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ലോകത്തിലെ ഒരു വിഭാഗമാണ് ഗ്രൂപ്പ് 1 എലമെൻറ്റ്. ആ ഗ്രൂപ്പ് 1 എലമെൻറ്റിൻ്റെ +1 × 2 +2. അപ്പോൾ ഓക്സിജൻ എത്ര വരും? -1. എന്നാലല്ലേ -1 × 2 -2 ടോട്ടൽ 0 ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇനി അതല്ല, ഇത് പെറോക്സൈഡ് ആണ്, ദിസ് ഇസ് സോഡിയം പെറോക്സൈഡ് എന്നറിയണവന് ഒറ്റയടിക്ക് -1 എന്ന് എഴുതാനും പറ്റും. തിരിച്ചു വാ. കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഈ O2 മൊത്തത്തിൽ എത്ര കൊടുക്കണം? -2 കൊടുക്കണം. അങ്ങനത്തെ 2 ഓക്സിജൻ ഇല്ലേടാ. അപ്പോൾ ഒരാൾ എത്ര കൊടുക്കണം? -1 കൊടുക്കണം. അപ്പോഴല്ലേ മോനെ ടോട്ടൽ 0 ആവുക. ഇവിടെ നോക്കിയാൽ കാൽസ്യത്തിൻ്റെ എണ്ണം 1 ആ. അപ്പോൾ +2. കാൽസ്യം എന്തുകൊണ്ട് +2 ആയി? കാൽസ്യം ഗ്രൂപ്പ് 2 ആയതുകൊണ്ട്. +2 × 1 +2. ഓപ്പോസിറ്റ് അപ്പുറത്ത് -2 വരണം. -2 വരണമെങ്കിൽ ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരണം? -1 വരണം. ഒരാളുടെ നമ്പറാണ് കേട്ടോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. രണ്ടാളുടെ ടോട്ടൽ വാല്യൂ അല്ല റെപ്രസെൻ്റ് ചെയ്യുക. -1. അപ്പോൾ പെറോക്സൈഡുകളിലെല്ലാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് കുഞ്ഞെ? -1 ആണ്. ഇനി വേറെ രണ്ടാമത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ നമ്പർ 2. ഇത് എക്സെപ്ഷൻ നമ്പർ 1. ഇത് എക്സെപ്ഷൻ നമ്പർ 2. ആരറിയോ? വിത്ത് ഫ്ലൂറിൻ. വെറൈറ്റിയാണ്. ഫ്ലൂറിൻ്റെ കൂടെ വന്നാൽ ഓക്സിജൻ്റെ മുട്ട് വിറക്കും. ഫ്ലൂറിൻ്റെ കൂടെ വന്നാൽ ഓക്സിജൻ്റെ കുറുമ്പ് കുറയും.
ഓക്സിജൻ ഒരു കുറുമ്പുണ്ട്. എന്താ കുറുമ്പ്? എന്താ? എനിക്ക് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ വേണമെന്നാ കുറുമ്പ്. അതങ്ങോട്ട് മാറും ആരുടെ കൂടെ വരുമ്പോൾ? ഫ്ലൂറിൻ്റെ കൂടെ വരുമ്പോൾ. കാരണം എന്താ അറിയോ? ഫ്ലൂറിനാണ് ഈ ദുനിയാവിലെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അപ്പോൾ ഫ്ലൂറിൻ -1 വിട്ടൊരു കളിയില്ല. അത് ഓക്സിജൻ അല്ല, അവൻ്റെ വാപ്പ വന്നാലും ഫ്ലൂറിൻ -1 തന്നെ ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയിരുന്നോ? ഫ്ലൂറിൻ്റെ കൂടെ ഓക്സിജൻ വരുന്ന 2 കോമ്പൗണ്ട് ഉണ്ട്. ഒന്ന് OF2, മറ്റൊന്ന് O2F2. അങ്ങനെ 2 കോമ്പൗണ്ട് ഉണ്ട്. നോക്കിക്കോട്ടടാ, ഫ്ലൂറിൻ ഇല്ലേടാ, ഫ്ലൂറിൻ ഈസ് ഓൾവേസ് -1. ഈ ഫ്ലൂറിൻ ഇവിടെ എപ്പോഴും -1 ആയിരിക്കും. കാരണം എന്താ? ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അപ്പോൾ ഫ്ലൂറിൻ -1 ആകുമ്പോൾ -1 × 2 -2. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഈ ഓക്സിജൻ എത്ര വരണം? +2. അപ്പോൾ നോക്കിക്കേ, -2 വരണമെന്ന് നിർബന്ധം പിടിച്ച ഓക്സിജൻ ഇവിടെ എത്രയാണ് വന്നത്? +2 ആണ് വരുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, ഫ്ലൂറിൻ -1 × 2 -2. ന്യൂട്രലൈസ് ചെയ്യാൻ +2 വരണമെങ്കിൽ ഓരോ ഓക്സിജൻ്റെ ചാർജ് +1. അപ്പോഴല്ലേടാ ടോട്ടൽ 0 ആവുക. +1 × 2 +2 -1 × 2 -2 ടോട്ടൽ 0. അപ്പോൾ ഫ്ലൂറിൻ്റെ കൂടെ വരുമ്പോഴും ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണമെന്ന കുറുമ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ 2 എക്സെപ്ഷനും ഇതിൻ്റെ കൂടെ ഓർത്ത് വെച്ചേക്കും മോനെ. ആൻഡ് നമ്മൾ റൂൾ നമ്പർ 7 പോകുന്നു. റൂൾ നമ്പർ 7 എന്താണ്? റൂൾ നമ്പർ 7 എല്ലാവരും നോക്കിയിരുന്നോ? റൂൾ നമ്പർ 7 നോക്കിയിരുന്നോ? ഇതാ നോക്കി വെച്ചോ. ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ന്യൂട്രൽ മോളിക്യൂൾ ഈസ് 0. ഒരു ന്യൂട്രൽ മോളിക്യൂളിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഫുള്ള് കൂട്ടി നോക്കിയാൽ 0 വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. H2O. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്നും ഓക്സിജൻ -2 ആണെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക? ഇതാ നേരത്തെ പറഞ്ഞ റൂള്. +1 × 2 +2 -2 × 1 -2 ടോട്ടൽ 0 അല്ലേ? H2O എന്ന് പറയുമ്പോൾ അവിടെ 1 അല്ലേ വരിക? 0. അങ്ങനെ ഏതൊരു ന്യൂട്രൽ മോളിക്യൂൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ എല്ലാം ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിന് യൂസ് ചെയ്യുമെന്നറിയോ? നമുക്കറിയാത്ത എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള റൂളായിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോട്ടെടാ, H2SO4. എടാ മോനെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചു. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്നും പഠിപ്പിച്ചു. പക്ഷേ സൾഫറിനെ ഞാൻ പഠിപ്പിച്ചില്ല. ഞാൻ പഠിപ്പിക്കാൻ കാത്തിക്കണ്ട, സൾഫറിൻ്റെ X എന്ന് എടുത്തോ. എന്നിട്ട് ടോട്ടൽ ഈസ് ഈക്വൽ ടു 0 എന്ന് അങ്ങോട്ട് പറഞ്ഞോ. ടോട്ടൽ 0 ആകുമ്പോൾ അവിടുന്ന് X നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? പറഞ്ഞേടാ, +1 × 2 +2. സൾഫറിൻ്റേത് X -1 × 4 -8. ദി ടോട്ടൽ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യും. +2 -8 X -6 is equal to 0. So X is equal to +6. പുരിഞ്ചിത മാമ, മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്കറിയാത്ത ആൾക്കാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താൻ ഈ റൂള് നിങ്ങളെ സഹായിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കിക്കട. കാൽസ്യം കാർബണേറ്റിലെ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവരും ഒറ്റയ്ക്ക് കണ്ടേ? എല്ലാവരും ഒറ്റയ്ക്ക് കാണും. വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടെത്തിക്കോ. കണ്ടെത്തിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുമോനെ. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഇങ്ങനെ ആയിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാൽസ്യം +2 ഓക്സിജൻ -2 കാർബൺ അറിയില്ല X. സോ +2 + X - 6 is equal to 0. X - 4 is equal to 0. X is equal to +4. എല്ലാ ആൾക്കാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തമ്മിൽ കൂട്ടിയപ്പോൾ 0. ഇവിടെ എന്തുകൊണ്ടാണ് -6 വന്നത്? -2 × 3 3 ഓക്സിജൻ ഉള്ളത് കൊണ്ട്. കളി മനസ്സിലായോ? ഇതാ പിടിച്ചോ അടുത്ത എക്സാമ്പിൾ. എന്നാ പിടിച്ചോ. ആരാ? എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണേ. H3PO4 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടെത്തിക്കുക എല്ലാവരും. H3PO4 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് കണ്ടെത്തിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. നിനക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. ഹൈഡ്രജൻ +1. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഫോസ്ഫറസ് X ഓക്സിജൻ -2. അപ്പോൾ +1 × 3 +3. ഫോസ്ഫറസ് X -2 × 4 -8. The total is 0. X - 5 is equal to 0. So X is equal to +5. മനസ്സിലായ കുഞ്ഞെ? അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടുത്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിക്കോട്ടെടാ. Mg2 ആരും എഴുതരുതേ, ഞാൻ എഴുതിയിട്ട് എഴുതാം. P2O7. Mg2 P2O7. നമുക്കിതൊന്ന് ഡീൽ ചെയ്ത് നോക്കാം. നോക്കിക്കോട്ടെടാ. എടാ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണ്. സോ +2 എന്ന് നമുക്കറിയാം. ഫോസ്ഫറസ് അറിയില്ല, X എന്ന് കൊടുത്തു.
ഓക്സിജനും -2 ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ വിൽ ബി ഈക്വൽ ടു 0 ആണ്. എങ്ങനെയാണ് ടോട്ടൽ എടുക്കാൻ നോക്കിക്കോട്ടോ. +2 × 2 +4 x × 2 + 2x. എടാ ഇതാണ് ഇതിലെ ട്വിസ്റ്റ്. ഒന്നുമില്ല, 2x എടുക്കണമെന്ന്. അതെന്തുകൊണ്ടാ? നിനക്ക് അറിയാത്ത ആളിവിടെ 2 ഉള്ളതുകൊണ്ട്. മനസ്സിലായോ? അറിയാത്ത ആൾ 2 ഉണ്ടെങ്കിൽ 2x എടുക്കണം, 3 ഉണ്ടെങ്കിൽ 3x എടുക്കണം. അപ്പോൾ സാറേ നേരത്തെ x എടുത്തോ? അത് 1 ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പോയോക്ക്. നിനക്കറിയാത്ത ആൾ 1 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ x ഉള്ള ആൾ 2 വന്നു 2x, -2 ഉള്ള ഓക്സിജൻ 7 വന്നു -14. ടോട്ടൽ ഈസ് ഈക്വൽ ടു 0. സോ 2x - 10 ഈസ് ഈക്വൽ ടു 0. +4ഉം -14ഉം -10. സോ 2x ഈസ് ഈക്വൽ ടു +10. സോ x ഈസ് ഈക്വൽ ടു +5. ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? എങ്കിൽ നിങ്ങളിതാ ഇയാളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തേ. ആരാ? H4P2O5. H4P2O5. ഇതിലെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് കണ്ടെത്തിക്കേ. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരം എങ്ങനെയാണ്? ഇത് +1, ഇത് x, ഇത് -2. സോ +4 + 2x - 10 ഈസ് ഈക്വൽ ടു 0. സോ 2x - 6 ഈസ് ഈക്വൽ ടു 0. സോ x ഈസ് ഈക്വൽ ടു +6/2, ദാറ്റ് ഈസ് ഈക്വൽ ടു +3. എക്സിൻ്റെ വാല്യൂ +3 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? എന്നാ ലാസ്റ്റ് ഒരാളും കൂടി പിടിച്ചോ. Al2O3. Al2O3 അലുമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടെത്തിക്കുക എല്ലാവരും. വീഡിയോ പോസ് ചെയ്യുക, എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. അലുമിനിയം x, ഓക്സിജൻ -2. സോ 2x - 6 ഈസ് ഈക്വൽ ടു 0. 2x ഈസ് ഈക്വൽ ടു 6. സോ x ഈസ് ഈക്വൽ ടു +3. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? ഇതാ ഇങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ന്യൂട്രൽ കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ റൂൾ. ആൻഡ് ദി ലാസ്റ്റ് റൂൾ നമ്പർ 8, 8ാമത്തെ റൂൾ. സിമ്പിൾ, വെരി സിമ്പിൾ. ദാ നേരത്തെ പഠിച്ച പോലെ തന്നെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ചാർജ്ഡ് മോളിക്യൂൾ. ഒരു ചാർജ്ഡ് മോളിക്യൂളിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. അതിൻ്റെ ചാർജിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഒരു ചാർജുള്ള മോളിക്യൂളിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ ചാർജിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ പിടിച്ചോ മോനെ. എക്സാമ്പിൾ നിങ്ങളിങ്ങനെ വീഡിയോ പോസ് ചെയ്ത് പിന്നാലെ വന്നാൽ മതി കേട്ടോ. നിങ്ങൾ എഴുതി എത്തുന്നില്ല എങ്കിൽ SO4 2-. എടാ മോനെ, ദിസ് ഈസ് എ ചാർജ്ഡ് മോളിക്യൂൾ. കാരണം ഈ മോളിക്യൂളിന് വളരെ വ്യക്തമായി ഒരു ചാർജ് നിങ്ങൾക്കിതാ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചാർജുള്ള മോളിക്യൂളിൻ്റെ സമ്മ് ടോട്ടൽ എടുത്തു നോക്കിയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. അതിൻ്റെ ചാർജിന് തന്നെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കടാ, ഞാൻ കാണിച്ചു തരാം. സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല. സോ x എന്ന് പേര് വിളിക്കാം. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഇനി ഞാനിടാ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടോട്ടൽ എടുക്കുകയാണ്. സൾഫറിൻ്റേത് x, ഓക്സിജൻ്റേത് -2 ഉള്ള 8 ഉണ്ട്. സോ -8. ഇത് ടോട്ടൽ ഈസ് ഈക്വൽ ടു 0 എന്ന് നേരത്തെ കൊടുത്തതിന് പകരം -2 എന്ന് കൊടുക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. സോ x ഈസ് ഈക്വൽ ടു -2 + 8. സോ ദി ആൻസർ ഈസ് +6. മനസ്സിലായില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ CO3 2- കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടേ. CO3 2- കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടേ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എഴുതിയത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. കാർബൺ x എടുക്കുക, ഓക്സിജൻ -2. സോ x - 6 ടോട്ടൽ എടുത്തു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു -2. സോ x is equal to -2 + 6. സോ ദി ആൻസർ ഈസ് +4. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത എക്സാമ്പിൾ പിടിച്ചോ. MnO4- മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടെത്തിക്കുക എല്ലാവരും. MnO4- മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. മാംഗനീസ് x, ഓക്സിജൻ -2. x - 8 is equal to -1. x is equal to +7. മനസ്സിലായില്ലേ? എന്നാ പിടിച്ചോ ലാസ്റ്റ് വൺ. ആരാ? ഒരു എക്സാമ്പിൾ കൂടി പിടിച്ചോ. Cr2O7 2-. Cr2O7 2- ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഇതാണ് ക്രോമിയം. ക്രോമിയത്തിന് x കൊടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യടാ. ഓക്സിജൻ -2 കൊടുക്കുക. എന്നാ പറഞ്ഞോ 2 ക്രോമിയം ഉണ്ട് 2x. -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള 7 ഓക്സിജൻ ഉണ്ട്. സോ -14. ദി ടോട്ടൽ വിൽ ബി ഈക്വൽ ടു -2. സോ 2x is equal to -2 + 14. സോ ദി ആൻസർ ഈസ് +12.
So finally x is equal to plus 12 by 2. So the answer is plus 6. ലോകത്തേതൊരു കോമ്പൗണ്ടിലെയും ഏതൊരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ നിങ്ങളിപ്പോൾ പഠിച്ചു. എപ്പോഴും പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എൻ്റെ പൊന്നുമക്കളൊന്ന് എഴുതിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് എഴുതടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്? താഴെ പറയുന്നതിൽ ഏതാ റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്? ഓപ്ഷൻ എ പിടിച്ചോ. എന്നാൽ പിടിച്ചോട്ടോ, എല്ലാവരും എഴുതി വെച്ചോട്ടോ. Zn2 plus Cu gives Cu2 plus Zn. Zn2 plus Cu gives Cu2 plus Zn. ഒന്നാമത്തത്. ബി Na plus half Cl2 gives NaCl. And C, നോക്കിക്കോ, H2O dissociates into H2 plus half O2. And the last one, D, CaCO3 gives CO2 plus calcium oxide. Calcium oxide ആദ്യം എഴുതാം. Calcium oxide plus CO2. CaCO3 ചൂടാക്കിയാൽ CaO plus CO2. ഇതിലേതോ ഒന്നോ റിഡോക്സ് റിയാക്ഷൻ അല്ല. ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എടാ സിമ്പിളായിട്ട് നിങ്ങളിതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് റെപ്രസെൻ്റ് ചെയ്താൽ മതി. ഞാനെടാ ഈ കണ്ട എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേഗം എഴുതുകയാണേ. നോക്കിക്കോട്ടോ. Zn2 പ്ലസ് ചാർജുള്ള ആളാണ്, അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 തന്നെ. കോപ്പർ ഒറ്റക്ക് നിന്നാൽ 0. കോപ്പർ 2 പ്ലസ്, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഇവിടെ സിങ്ക് ഒറ്റക്ക് നിൽക്കുന്നു, സോ 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവരുടെയും എഴുതിയിടുകയാണ്. എടാ ഇവിടെ സോഡിയം ഒറ്റക്ക് നിൽക്കുന്നു, ക്ലോറിൻ ഒറ്റക്ക് നിൽക്കുന്നവരൊക്കെ 0 ആണ്. ഇവിടെ NaCl ഒരുമിച്ചാണ് നിൽക്കണേ. സോ സോഡിയം +1 ആണെങ്കിൽ ക്ലോറിൻ -1 ആയേ പറ്റൂ. കാരണം സോഡിയം ഗ്രൂപ്പ് 1 എലമെൻ്റാണ്. ഹൈഡ്രജൻ വാട്ടറിലുള്ള ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ -2 ആണ്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും ഒറ്റക്ക് നിൽക്കുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. മനസ്സിലായില്ലേ? കാൽസ്യം ഈസ് എ ഗ്രൂപ്പ് 2 എലമെൻറ്റ് +2 ആണ്, ഓക്സിജൻ -2 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ കാർബണിന് എക്സ് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ +2 + x - 6 = 0 എന്ന് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ +4 എന്ന് വരും. നേരത്തെ നമ്മൾ ചെയ്ത റൂൾ നമ്പർ 7 പ്രകാരം. അപ്പോൾ കാർബണിൻ്റേത് +4 എന്ന് കിട്ടും. അങ്ങനെ കാൽസ്യം ഓക്സൈഡിലേക്ക് വരുമ്പോൾ ഓക്സിജൻ -2 ആണ്, സോ കാൽസ്യം +2 ആണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഓക്സിജൻ -2 ആണ്. അപ്പോൾ -2 × 2 -4നെ ന്യൂട്രലൈസ് ചെയ്യാൻ കാർബൺ +4 ആവണം. ബസ് ഈ കണ്ട 4 റിയാക്ഷൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഞാൻ എഴുതി വെച്ചില്ലേ. ഇനി പറയടാ, ഇവിടെ ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടോ റിഡക്ഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടോ റിഡക്ഷൻ നടന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. പിടിച്ചോ. എങ്ങനെയാടാ ഓക്സിഡേഷൻ നടന്നോന്നറിയാം? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തോ നോക്കിയാൽ മതി. റിഡക്ഷൻ നടന്നോന്ന് എങ്ങനെ അറിയാം? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തോ നോക്കിയാൽ മതി. നിങ്ങൾ നോക്കടാ, സിങ്കിന് എന്ത് സംഭവിച്ചു? സിങ്ക് +2 എന്നത് 0 ആയി. ഒന്നാമത്തെ ഓപ്ഷനിൽ +2 0 ആയപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞില്ലേ? ദാറ്റ് ഈസ് റിഡക്ഷൻ. സിങ്ക് ഈസ് റെഡ്യൂസ്ഡ് ബട്ട് കോപ്പർ ഈസ് ഓക്സിഡൈസ്ഡ്. മനസ്സിലായോ? കോപ്പറിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നടന്നു. കാരണം എന്താ? കോപ്പർ 0 എന്നുള്ളത് +2 ആയി, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്തു. ഇതാ നോക്കിയേ, സോഡിയം 0 എന്നത് +1 ആയി, ക്ലോറിൻ 0 എന്നത് -1 ആയി. അപ്പോൾ സോഡിയം ഓക്സിഡൈസ്ഡ് ആൻഡ് ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ്. കളി മനസ്സിലായില്ലേ? അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നാൽ ദാറ്റ് ഈസ് റിഡോക്സ് റിയാക്ഷൻ. ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ആൻഡ് സി നോക്കിയേ, ഹൈഡ്രജൻ +1 ഉള്ളത് 0 ആയി, കുറഞ്ഞു, സോ റിഡക്ഷൻ. ഓക്സിജൻ -2 ഉള്ളത് 0 ആയി, -2 0 പറഞ്ഞാൽ കൂടല്ലേ ഓക്സിഡേഷൻ. അപ്പോൾ അവിടെയും റിഡോക്സ് റിയാക്ഷനും ഉണ്ട്. പക്ഷേ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ കാൽസ്യം +2 ഉണ്ടായിരുന്നത് റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും +2, കാർബൺ +4 ഉണ്ടായിരുന്നത് റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും +4, ഓക്സിജൻ -2 ഉണ്ടായിരുന്നത് റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും -2. സോ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. മനസ്സിലായോ? സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ഏത് എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ കുഞ്ഞെ? മനസ്സിലായില്ലേ? ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ പിന്നെ കൂടുതൽ സമയമൊന്നും കളയണ്ട. ഇയാൾ ഓപ്ഷനിൽ ഉണ്ടാകും, അയാളായിരിക്കും ആൻസർ, ഓർത്ത് വെച്ചേക്ക്. എടാ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമാണ്. സ്റ്റോക്ക് നൊട്ടേഷൻ ഭയങ്കര സിമ്പിളാണ്, എഴുതി വെച്ചോ. റെപ്രസെൻറ്റിങ്. എന്താണ് സ്റ്റോക്ക് നൊട്ടേഷൻ? റെപ്രസെൻറ്റിങ്
എ മെറ്റൽ, ഒരു മെറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുക വിത്ത് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ റോമൻ ന്യൂമറൽ. റോമൻ ന്യൂമറൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പേര് വിളിക്കുക. അപ്പോൾ ഇതിനെ ഇവിടെ ഞാൻ കുറച്ച് കോമ്പൗണ്ടുകൾ തരാം. അതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ഞാൻ പുറത്തിങ്ങനെ എഴുതുന്നുണ്ട്. കുറച്ച് ആൾക്കാരുടെ സ്റ്റോക്ക് നൊട്ടേഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്. FeCl3, അതുപോലെ SnCl2, MnO2 മതി. ഇത്രയും ആൾക്കാരുടെ സ്റ്റോക്ക് നൊട്ടേഷൻ ഞാൻ അപ്പുറത്ത് എഴുതുന്നുണ്ട്. എടാ FeCl3 എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ ചാർജ്, ക്ലോറിൻ ഈസ് എ ഹാലജൻ, സോ ദാറ്റ് ഈസ് -1. 3 ക്ലോറിൻ -3, സോ Fe എത്ര ആയിരിക്കും? +3 എന്നല്ലടാ വരിക. അപ്പോൾ ഞാനെങ്ങനെ എഴുതാം? Fe എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ 3 എന്ന് റോമൻ നമ്പറിൽ എഴുതണം. എന്നിട്ട് Cl3 എന്ന് എഴുതിയാൽ ദാറ്റ് ഈസ് സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് FeCl3. സിമ്പിൾ. ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല അങ്ങോട്ട് എഴുതുമ്പോൾ ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വെച്ചെങ്കിൽ അത് അതിൻ്റെ കൂടെ തന്നെയാണ് എഴുതി കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഇതാ നോക്കിയാൽ SnCl2, ക്ലോറിൻ ഈസ് -1, 2 ക്ലോറിൻ -2, സോ Sn ഈസ് +2, SN2Cl2. മാംഗനീസ് O2, ഓക്സിജൻ -2, 2 ഓക്സിജൻ -4, സോ മാംഗനീസ് +4. ന്യൂട്രലൈസ് ആവണ്ടേ, ടോട്ടൽ 0 ആവണ്ടേ, സോ Mn ബ്രാക്കറ്റിൽ ഇങ്ങനെ 4 കഴിഞ്ഞിട്ട് O2. ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് നൊട്ടേഷൻ. ഒരു മെറ്റലിനെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോടുകൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് പറഞ്ഞോ സ്റ്റോക്ക് നൊട്ടേഷൻ. സിമ്പിൾ. 2 ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഏതാണ് ആ ടോപ്പിക്ക്? 1 ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? എടാ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എപ്പോഴും 3 മാർക്കിന് ചോദിക്കാറുള്ള ഒരു സാധനമാണ്. 3 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാറുണ്ട്. റിഡോക്സ് റിയാക്ഷൻ 4 വിധമുണ്ട്, 4 ടൈപ്സ് ഉണ്ട്. ആരാണ് ഒന്നാമത്തത്? ഒന്നാമത്തത് സിമ്പിളാടാ, കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ എന്താ കോമ്പിനേഷൻ? 2 ആൾ കൂടിച്ചേരുക. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇതാ സോഡിയവും പിന്നൊരു ക്ലോറിനും Cl2 രണ്ടും കൂടി ചേർന്നിട്ട് NaCl ഉണ്ടാകുന്നു. ഇപ്പോൾ നോക്കിക്കേ, ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇത് റിഡോക്സ് റിയാക്ഷനാണ്, നേരത്തെ നമ്മൾ പഠിച്ചു. ഇത് റിഡോക്സ് റിയാക്ഷനാണ്, നേരത്തെ നമ്മൾ ഓപ്ഷനിൽ പഠിച്ചില്ലേടാ. ഇത് റിഡോക്സ് റിയാക്ഷനാണ്. ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ കോമ്പിനേഷൻ റിയാക്ഷൻ. 2 ആൾ കൂടിച്ചേരൽ പരിപാടിയാണ്. അല്ലെങ്കിൽ ഇതിനെ അസോസിയേഷൻ എന്നും പേര് വിളിക്കും. അസോസിയേഷൻ റിയാക്ഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് കോമ്പിനേഷൻ്റെ ഓപ്പോസിറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദെൻ വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? 2 ആൾ വിട്ടുപിരിയുക. അതിനും ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചൊന്നു കണ്ടോ. H2O വിട്ടുപിരിഞ്ഞു, H2 + O2. സിമ്പിൾ. ഇതൊക്കെ എന്താടാ മനുഷ്യനോട് പറയാനുണ്ടോ? 2 ആൾ വിട്ടുപിരിഞ്ഞു, ഡീകമ്പോസിഷൻ. കൂടിച്ചേർന്നു, കോമ്പിനേഷൻ. ഇതൊക്കെ റിഡോക്സ് റിയാക്ഷനാണ്. അതുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ്റെ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് പറയുന്നു. 3ാമത്തെ ടൈപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഒന്ന് ഓർത്ത് വെച്ചോ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റമാണല്ലോ. സ്ഥലം മാറ്റം, ഒരാൾ മാറി നിൽക്കുക. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, Zn-SO4ലേക്ക് ഞാൻ കോപ്പർ ഇട്ടു. സോ അവിടെ CuSO4, സർ ഇത് ഓർഡർ മാറിപ്പോയി, ഓർഡർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. CuSO4 പ്ലസ് ഇതാ നോക്കിക്കോ, CuSO4 പ്ലസ് സിങ്ക് ഗീവ്സ് Zn-SO4 പ്ലസ് Cu. ഇതാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നേരത്തെ ഞാൻ ഓപ്ഷനിൽ തന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നത് മാറിപ്പോയി. ഇതാ Zn2+ ആദ്യം തന്നിരുന്നത് ഓപ്പോസിറ്റാണ്. ശരിക്കും റിയാക്ഷൻ നടക്കുക. അതൊന്നും ഇപ്പോൾ ഇവിടുത്തെ വിഷയമല്ല. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഇത് കുറ്റം പറയാനില്ലല്ലോ. റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ കൊടുക്കുന്നതിന് തെറ്റില്ല. ഇത് ജനറലി നടക്കുന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. CuSO4ലേക്ക് സിങ്ക് ഇട്ടു, അപ്പോൾ Zn-SO4 Cu ആയി. എടാ മോനെ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ആരാ ഉണ്ടായിരുന്നത്? SO4ൻ്റെ കൂടെ ആരാ അവിടെ ഉണ്ടായത്? കോപ്പറല്ലേ ഉണ്ടായത്. പക്ഷേ ആ റിയാക്ഷനാണ് കഴിഞ്ഞപ്പോൾ ആ കോപ്പർ അവിടെ നിന്നാണ് പോയിട്ട് പകരം സിങ്കിന് കയറിയുന്നില്ലേ. അപ്പോൾ റിയാക്ഷൻ നോക്കിക്കേ, ദാ Zn-SO4 പിന്നെ ഒരു കോപ്പർ പുറത്തും. എടാ പൊന്നുമോനെ നോക്കിക്കേടാ, ഇത് ഒരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തതല്ലേ. ഒരാൾ പറഞ്ഞയച്ചിട്ട് അവിടെ വേറെ ആൾ കയറിയിരുന്നതല്ലേ. അപ്പോൾ അതിനെന്താ പേര് വിളിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എക്സാമ്പിളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് കീച്ചി കൂടെടാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാക്കിക്കൂടെ. ദാ 4ാമൻ റിഡോക്സ് റിയാക്ഷനിലെ 4ാമത്തെ ടൈപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണെന്നറിയോ? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ നോക്കടാ.
H2O2 gives H2O പ്ലസ് ഹാഫ് O2. ഇതാണ് ഒരു എക്സാമ്പിൾ. ഒരെക്സാമ്പിളാണ് ഞാനീ പറയണത്. H2O2 gives H2O പ്ലസ് ഹാഫ് O2. എടാ ഇതിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാനൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എടാ H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം ഓക്സിജൻ -1ഉമാണെന്ന് നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? എടാ ഓക്സിജൻ എക്സെപ്ഷൻ കേസ് കാണിക്കുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നല്ലേ എടാ? ഏത്? ഓക്സിജൻ്റെ പെറോക്സൈഡിൻ്റെ കൂടെയുള്ള ഓക്സിജൻ്റെ അവസ്ഥ പെറോക്സൈഡിൻ്റെ കൂടെയാണെങ്കിൽ ഓക്സിജൻ -1 ആണ്. ദാ ഹൈഡ്രജൻ ഇവിടെ +1 ആണ്, ഇവിടെ ഓക്സിജൻ വെറുതെ ഇരിക്കുന്നു, അപ്പോൾ -2 ആണ്, ഇവിടെ ഓക്സിജൻ 0 ആണ്. നിങ്ങൾ നോക്ക്, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ റിയാക്ഷന് മുമ്പും ശേഷവും വല്ല മാറ്റവും ഉണ്ടോ? ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. ഹൈഡ്രജൻ അപ്പോഴും +1 ഇപ്പോഴും +1. പക്ഷെ ഓക്സിജൻ 2 ഓക്സിജൻ ഇല്ലേ? അതാദ്യം ഉറപ്പിക്കുക. അതിലൊരു ഓക്സിജൻ -1 -2 ആയി, മറ്റൊരു ഓക്സിജൻ -1 0 ആയി. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറ, -1 -2 ആയത് ഓക്സിഡേഷനാണോ റിഡക്ഷനാണോ? ദിസ് ഈസ് റിഡക്ഷൻ. എന്താ കാര്യം? -1 -2 ആയി കുറഞ്ഞു. എന്നാൽ വേറൊരു ഓക്സിജൻ -1 0 ആയി, അപ്പോൾ കൂടി. -1 0 ആയപ്പോൾ കൂടിയല്ലോ. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ ചോദിക്കാടാ, ഓക്സിഡേഷൻ നടന്നതായിരിക്ക ഓക്സിജന്, റിഡക്ഷൻ നടന്നതായിരിക്ക ഓക്സിജന്. ഓക്സിഡേഷനും റിഡക്ഷനും നടന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഓക്സിഡേഷനും നടക്കുന്നതും റിഡക്ഷൻ നടക്കുന്നതും ഒരേ ആൾക്കാണെങ്കിൽ, ഒരേ എലമെൻറ്റിനാണെങ്കിൽ, സച്ച് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതുന്നതിന് മുമ്പ് ആ ഡയലോഗ് എഴുതി വെച്ചോ. ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺ സെയിം എലമെൻറ്റ്. ഓക്സിഡേഷൻ നടക്കുന്നതും റിഡക്ഷൻ നടക്കുന്നതും ഒരേ എലമെൻറ്റിനാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിൾ കൂടി ഒന്ന് മെൻഷൻ ചെയ്തോ. ഇതിന് ശേഷം നമുക്കിനി ഇവരുടെ ബാലൻസിങ് ആണ് പഠിക്കാനുള്ളത്. 3 മാർക്കിനും 4 മാർക്കിനും ബാലൻസിങ് ചോദിക്കാറുണ്ട്. പൊന്നുമക്കളെ, നിർബന്ധമായും കണ്ടു പഠിച്ചേക്ക്. ഇതുവരെ ഉള്ളതൊന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ബാലൻസിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ മക്കളെ, നമുക്കിനി അടുത്തതായിട്ട് ബാലൻസിങ് പഠിക്കാം. ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. സാർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയില്ല എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലക്ക് നിങ്ങളിതിനെ വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് അപ്രോച്ച് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് ഹെഡിങ് എഴുതൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട്. നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങളത് ഒരു അടിപൊളി ഹെഡിങ് ഒന്ന് എഴുതിക്കേടാ. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസിങ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ബാലൻസിങ് 2 വിധത്തിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ്, എഴുതിക്കോളൂ, സബ് ഹെഡിങ് എഴുതിക്കോളൂ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. നമുക്കെല്ലാവർക്കും അറിയാടാ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് പറയും. രണ്ടിലും എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും. വിത്ത് എക്സാമ്പിൾ ബാലൻസ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോടൊരു വസിയത്ത് എന്താണെന്ന് വെച്ചാൽ, എടാ ബാലൻസിങ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ ഏതാണ് എന്നൊന്നും നോക്കാതെ ആ ബാലൻസിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ആദ്യം തന്നെ അങ്ങോട്ട് എഴുതി വെച്ചോളണം. ആ സ്റ്റെപ്പ് ആദ്യം തന്നെ 1 2 3 4 സ്റ്റെപ്പൊക്കെ അങ്ങനെ എഴുതിയിട്ട് പിന്നെ നമ്മൾ ബാലൻസിങ്ങിലേക്കൊക്കെ കടക്കുമ്പോൾ സ്വാഭാവികമായും നോക്കുന്ന ആൾക്ക്, ഇത് ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്റ്റെപ്പൊക്കെ അറിയാലോ. എന്നിട്ട് ബാലൻസിങ്ങിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു 2 3 1 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ചിലപ്പോൾ അതൊന്നും മാർക്ക് കുറയ്ക്കുന്നതിനൊരു കാരണമായിട്ട് പരിഗണിക്കില്ല, ശ്രദ്ധേയപ്പെടില്ല. ഒരു അടിപൊളി ആൻസർ ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ അത്യാവശ്യം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ ഫുള്ളായിട്ട് എഴുതി വെച്ചോളണം. ചില കുട്ടികൾ ഇങ്ങനെ എഴുതുക, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് എഴുതും, എന്നിട്ട് ഇക്വേഷൻ എഴുതും, അടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻ. അത് ശരിയല്ല, എൻ്റെ അഭിപ്രായം ഉണ്ടോ ഞാൻ പറയണേ. എല്ലാ സ്റ്റെപ്പും ഒരുമിച്ച് അങ്ങോട്ട് എഴുതുക, എന്നിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനെ തന്ന ക്വസ്റ്റ്യനെ നമ്മളങ്ങോട്ട് ബാലൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യം കാണിച്ചു തരാം, നോക്കിക്കോട്ടെ മോനെ. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലെ സ്റ്റെപ്പുകളാണ് നമ്മൾ ആദ്യം എഴുതാൻ പോണേ.
4 സ്റ്റെപ്പാണ് ഓക്സിഡേഷൻ നമ്പർ ഉള്ളത്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ 4 സ്റ്റെപ്പാണുള്ളത്. ആ 4 സ്റ്റെപ്പ് ഞാൻ ആദ്യം എഴുതി തരാം, എന്നിട്ട് നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ടാക്ക്. എന്നിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതിക്കേടാ, റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. എഴുതൂ, റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. എല്ലാവരും എൻ്റെ കൂടെ എഴുതിക്കൊള്ളണം കേട്ടോ. റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. ബാലൻസ് ചെയ്തിട്ടില്ലാത്ത റിയാക്ഷൻ എടുത്തെഴുതുക. എന്താ ഏതാന്നൊക്കെ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും, വിത്ത് എക്സാമ്പിൾ തരും. നിങ്ങൾ ആദ്യത്തെ എഴുത്ത് തീർക്ക്. 2, അസൈൻ ഓക്സിഡേഷൻ നമ്പർ. അസൈൻ ഓക്സിഡേഷൻ നമ്പർ, കോമ, കാൽക്കുലേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ. എന്താണെന്നൊക്കെ ഞാൻ വിത്ത് എക്സാമ്പിൾ പറഞ്ഞുതരും. ഇപ്പോൾ അതൊന്ന് എഴുതി വെക്ക് കേട്ടോ. അസൈൻ ഓക്സിഡേഷൻ നമ്പർ, കാൽക്കുലേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ. എഴുതിയില്ല മക്കളെ? നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്, ആഡ് H+. ആഡ് H+, ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതുക, ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്യുക. ഓർ OH- ആഡ് ചെയ്യുക. എപ്പോൾ? ബ്രാക്കറ്റിൽ ഇൻ ബേസിക് മീഡിയം. ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആഡ് ചെയ്യുക. എന്തിന്? ടു മേക്ക് ചാർജസ് ഈക്വൽ. എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ചാർജുകളെ ഈക്വൽ ആക്കുന്നതിന് വേണ്ടി H+, OH- ആഡ് ചെയ്യുക. നാലാമത്തത്, ആഡ് വാട്ടർ H2O ടു ബാലൻസ് ഓക്സിജൻ. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്യുക. കഴിഞ്ഞ മോനെ? 4 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് ഇതൊന്ന് ആദ്യം പഠിച്ചു വെക്ക്. ഇതെങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ആദ്യം ഇതൊന്ന് പഠിച്ചു വെക്ക്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നുണ്ട്. റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ, അസൈൻ ഓക്സിഡേഷൻ നമ്പർ, കാൽക്കുലേറ്റിംഗ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ. ആഡ് H+ in acidic medium or OH- in basic medium to make charges equal. And the fourth one, add H2O to balance oxygen. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇത് വൃത്തിയായിട്ടൊന്ന് പഠിക്കാതെ വീഡിയോ പോസ് ചെയ്തിട്ട് ആ 4 സ്റ്റെപ്പ് ഒന്ന് പഠിക്ക്. എന്നിട്ട് ഞാൻ എങ്ങനെയാണത് എക്സാമ്പിൾ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കിക്കാണ്. അപ്പോൾ കാര്യങ്ങൾ സെറ്റാകും. ഇതാ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇതാ ക്വസ്റ്റ്യൻ. ബാലൻസ്, ഞാനൊരു റിയാക്ഷൻ തരാം. ബാലൻസ് ഏതാണ് റിയാക്ഷൻ എന്നാ പിടിച്ചോ. MnO4- plus Br- gives MnO2 plus BrO3-. ഇതാ MnO4- plus Br- gives MnO2 plus BrO3- ഇൻ അസിഡിക് മീഡിയം. ഈ റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. ഇൻ അസിഡിക് മീഡിയം അക്കോർഡിംഗ് ടു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പ്രകാരം ഇതിനൊന്ന് ബാലൻസ് ചെയ്ത് കാണിക്കണം. എടാ മോനെ, ഇത് ഞാൻ അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്ത് തരാം. എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കോ. എത്ര സ്റ്റെപ്പ് ഉണ്ടടാ നമുക്ക്? 4 സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, ഇതാ ഞാനിവിടെ എഴുതി വെക്കാം. സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3 ആൻഡ് ഇതാ സ്റ്റെപ്പ് 4. 4ാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. ഇതോടുകൂടെ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ കിട്ടും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നിങ്ങളുടെ നോട്ടിലുണ്ട്, നോക്കിയിട്ട് വാ. എന്തായിരുന്നു പറ? റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. സിമ്പിൾ. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. അപ്പോൾ അതാ ഞാനിവിടെ എഴുതുന്നുണ്ട്, MnO4- plus Br- gives MnO2 plus BrO3-. ഇങ്ങനെ എഴുതിയ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്താ ചെയ്യുക? ആൻസർ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അതിൻ്റെ 4 സ്റ്റെപ്പാണ് എഴുതി വെക്കുക. എന്നിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങോട്ട് എഴുതുക. സെറ്റ്. 3ൽ 3, 4ൽ 4 മാർക്കും കിട്ടും. സ്റ്റെപ്പ് 2. എടാ, 2ാമത്തെ സ്റ്റെപ്പിൽ പണിയെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആളെ ഒന്നുകൂടെ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഇതാ 1ാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആളാരാ? MnO4- plus Br- gives പറഞ്ഞോ MnO2 plus BrO3-. 1ാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആളെ എടുത്ത് എഴുതുക. എന്നിട്ട് സ്റ്റെപ്പ് 2 വായിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കിയടാ. അസൈൻ ഓക്സിഡേഷൻ നമ്പർ. ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് അസൈൻ ചെയ്തിടണം. ഞാനിതാ ചെയ്ത് കാണിച്ചു തരാം. എടാ, മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 1ാമത്തെ സ്റ്റെപ്പിൽ ഇതാ ഇവിടുത്തെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് MnO4- ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് കണ്ടെത്ത്. X - 8 is equal to -1. അങ്ങനെയല്ലേടാ നമ്മൾ റൂൾ നമ്പർ 8 പ്രകാരം കണ്ടെത്തിയത്. അങ്ങനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ മാംഗനീസ് +7 എന്ന് നിങ്ങൾക്ക് കിട്ടും.
ഓക്സിജൻ ഒന്നും വല്ലാതെ മൈൻഡ് ആക്കണ്ട. കാരണം എന്താ പറയുക, ഓക്സിജൻ്റെ ഒന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാറ്റമില്ലാത്തതാണ്. ഇവിടെ -2 ആണെങ്കിൽ അവിടെയും -2, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ +1, ഹൈഡ്രജൻ ഇവിടെ +1 ആണെങ്കിൽ അവിടെ +1. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അസൈൻ ചെയ്യേണ്ട. അതൊന്നും വല്ലാതെ നിങ്ങളെ ബാധിക്കില്ല. ബാക്കിയുള്ള ആൾക്കാരെ ബാലൻസ് ചെയ്യാം. എന്താ നോക്കിക്കോ, ബ്രോമിൻ Br- എന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 അല്ലേടാ. റൂൾ നമ്പർ 2 എന്തായിരുന്നു, ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ അയോൺസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജിന് ഈക്വലാണ്. MnO2 ഓക്സിജൻ്റേത് -2 ആയതുകൊണ്ട്, ഓക്സിജൻ -2 ആയതുകൊണ്ട് 2 ഓക്സിജൻ -4നെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇത് +4 ആവണം. ആൻഡ് BrO3- നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ x -6 =-1, ടോട്ടൽ അത് +5 എന്ന് വരും. +5. എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി. റൂൾ നമ്പർ 2 എന്താടാ പറയണേ, അസൈൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ എഴുതുക. കാൽക്കുലേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അതിൽ ഇൻക്രീസും ഡിക്രീസും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കാം നമുക്ക്. മാംഗനീസിനെ സൂക്ഷിച്ച് നോക്കിക്കേ. +7 എന്നത് +4 ആയി. +7 +4 ആകുമ്പോൾ അവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? +7 +4 ആകുമ്പോൾ ഡിക്രീസ് ആണ്. എത്രയാണ് ഡിക്രീസ്? /3. ശരിയല്ലേടാ? 3 ക്വാണ്ടിറ്റി അല്ലേ കുറഞ്ഞത്? +7 +4 ആയപ്പോൾ 3 അല്ലേ കുറഞ്ഞത്? ബ്രോമിനെ നോക്കുക, -1 +5 ആയി. -1 +5 ആയി. അപ്പോൾ എന്താ സംഭവിച്ചത്? -1 +5 ആയപ്പോൾ ഇൻക്രീസ് ചെയ്തു. എത്ര ഇൻക്രീസ് ചെയ്തു? /6. /4 അല്ല, /6. -1 ആണ്. -1 0 +1 +2 +3 +4 +5 6 ഇൻക്രീസ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ അസൈൻ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്തു. കാൽക്കുലേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അത് നമ്മൾ ചെയ്തു. മേക്ക് ദം ഈക്വൽ. ആ ഇൻക്രീസിനെയും ഡിക്രീസിനെയും ഈക്വൽ ആക്കണം. എടാ, ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആക്കാൻ നിങ്ങൾ എന്താ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഡിക്രീസ് എത്രയാണ്? 3. ഇൻക്രീസ് എത്രയാണ്? 6. അപ്പോൾ അതിന് ഈക്വൽ ആക്കാൻ നിങ്ങൾ എവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് തിങ്ക് പണ്ടെങ്കിൽ പറഞ്ഞു നോക്കടാ. 3 ഉണ്ട് 6 ഉണ്ട്. ഇതിനെ 2നെ ഈക്വൽ ആക്കാൻ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദാ ഞാൻ കളർ മാറ്റിയിട്ട് 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ×2. ഡിക്രീസിനെ ×2 ചെയ്താലാണ് ഇവർ ഈക്വൽ ആവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ വര തുടങ്ങിയത് എവിടെയാണോ അവസാനിക്കുന്നത് എവിടെയാണോ അവിടേക്ക് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണല്ലോ ഈക്വൽ ആവുക. അപ്പോൾ അത് അവിടെ നിന്നാണ് തുടങ്ങണേ. MnO4- എന്നുള്ള അവിടെ നിന്നാണ് തുടങ്ങണേ. ഈ വര ഇവിടെ നിന്നാണ് തുടങ്ങണേ. അപ്പോൾ അവിടെ 2 എന്ന് കൊടുക്കണം. അത് അവസാനിക്കുന്നത് എവിടെയാണ്? MnO2, അവിടെയും 2 എന്ന് കൊടുക്കണം. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2-ൽ ഇവിടെ എക്സ്ട്രാ വന്നത് എന്ത്? സ്റ്റെപ്പ് നമ്പർ 1-ൽ നിന്ന് 2-ലേക്ക് വരുമ്പോൾ എക്സ്ട്രാ വന്നത് എന്ത് എന്നുള്ളത് ഞാൻ അവിടെ പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിലും പുതിയതായിട്ട് വരുന്നതിനെ ഞാൻ പച്ച കളറിൽ കൊടുത്തേക്കാം. ഡീലല്ലേ? സ്റ്റെപ്പ് നമ്പർ 2 ഗുദാഹവ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് പോകാം. മനസ്സിലായിട്ടില്ലെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 2 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുതൽ ഒന്നുകൂടെ ഒന്ന് കണ്ടേക്കുക. സ്റ്റെപ്പ് നമ്പർ 3 ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് പണിയെടുക്കണമെങ്കിലും മുമ്പത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആളെ അതേപോലെ ഒന്ന് എടുത്തെഴുതണം. അപ്പോൾ മുമ്പത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആളെ ഞാൻ നീല കളറിൽ ഞാൻ താഴേക്ക് എടുത്ത് മാറ്റി എഴുതുന്നുണ്ട്. അപ്പോൾ ആ പച്ചയൊക്കെ ഞാനിപ്പോൾ നീലാക്കുന്നുണ്ട്. കാര്യം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇനി പുതിയ ആൾക്കാരാണല്ലോ വരാനുള്ളത്. 2 MnO4- പ്ലസ് Br- gives 2 MnO2 പ്ലസ് BrO3-. ശരി, ഇനി ബൈക്ക് ഇതാണിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ സ്കെലിട്ടൺ. ഇനി ഇതിനെയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വാടാ. എന്തൊക്കെയാണ് ചേഞ്ച് നോക്കിക്കേ. ആഡ് H+ ആഡ് ചെയ്യണം, ഓർ OH- അല്ലെങ്കിൽ OH- ആഡ് ചെയ്യണം. അപ്പോൾ ഏത് ആഡ് ചെയ്യണം എന്നത് ഏത് മീഡിയത്തിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വസ്റ്റ്യനിൽ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടാകും ഏതാണ് മീഡിയം എന്ന്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ അസിഡിക് മീഡിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ H+നെയാണ് ആഡ് ചെയ്യുന്നത്, OH നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്തിന്? ടു മേക്ക് ചാർജസ് ഈക്വൽ. ചാർജുകളെ ഈക്വൽ ആക്കാൻ, ഒരു ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ടോട്ടൽ ചാർജിനെ ഈക്വൽ ആക്കാൻ. അപ്പോൾ ഞാനടാ റിയാക്ഷനിലേക്ക് പോവാണ്. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ള ടോട്ടൽ ചാർജ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണ്. ഇതാ ഇവിടെ ഉള്ള ടോട്ടൽ ചാർജ് ഒന്ന് എഴുതി വെക്കുകയാണ്. നിങ്ങൾ നോക്കടാ, MnO4- ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 2 MnO4- എന്നായി. ശരിയല്ലേടാ? 2 MnO4-. ദാ ഞാൻ കളർ മാറണ്ടെന്ന് എഴുതിയിട്ടാണ്. 2 MnO4- ടോട്ടൽ ചാർജ് എത്ര? -2. ക്ലിയർ അല്ലേ? Br- ടോട്ടൽ ചാർജ് എത്ര? -1. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ ചാർജ് എത്ര? -3. -3 ആണ് ടോട്ടൽ ചാർജ്. റൈറ്റ് സൈഡിലെ ടോട്ടൽ ചാർജ് എത്ര? നോക്കിക്കോ. 2 MnO2 എന്ന് പറയുന്ന ആൾക്ക് ചാർജ് വല്ലതും ഉണ്ടോ? ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കടാ, ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഈ തുടച്ചുകൊണ്ടിരിക്കണേ. അവിടെ ചാർജ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അയാളുടെ ചാർജ് 0. MnO2 ചാർജ് ഇല്ല, 0.
BrO3 മൈനസിൻ്റെ ചാർജ് എത്ര? -1. ടോട്ടൽ എത്ര? -1. ടോട്ടൽ -1. അപ്പോൾ ലെഫ്റ്റിലെ ചാർജ് എത്ര? ലെഫ്റ്റിലെ ചാർജ് എത്ര? -3. റൈറ്റിലെ ചാർജ് എത്ര? -1. ഇത് രണ്ടും ഈക്വൽ ആവണം. ഈക്വൽ ആക്കാൻ നിനക്ക് വേണമെങ്കിൽ H+ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ OH- ആഡ് ചെയ്യാം. H+ ആണോ OH- ആണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മീഡിയം ഏതാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഏതാ മീഡിയം? അസിഡിക് മീഡിയം ആകുമ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്യുക, H+നെ ആഡ് ചെയ്യുക. എവിടെ ആഡ് ചെയ്യണം? എടാ മോനെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ -3 എന്നതിലേക്ക് ഞാൻ H+ ഇങ്ങനെ ആഡ് ചെയ്താൽ, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ H+ ആഡ് ചെയ്താൽ, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണല്ലോ, ആ പാർട്ടിലേക്ക് ഞാൻ H+ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചേ. H+ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് വരുന്നതിനനുസരിച്ച് ഈ -3 എന്നുള്ള വാല്യൂ ഇനി എന്താകും? -3 എന്നുള്ളത് -2 ആകും. ഒരു H+ വരുമ്പോൾ വീണ്ടും ഒരു H+ കൂടെ ആഡ് ചെയ്താൽ -1 ആകും. വീണ്ടും ഒരു H+ കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആകും. അങ്ങനെ മൈനസ് ചാർജ് ഇങ്ങനെ കുറഞ്ഞ് പോസിറ്റീവ് ചാർജിലേക്ക് പോവല്ലേ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇവരെ ഈക്വൽ ആക്കിക്കൂടെ? അപ്പോൾ നോക്കിയാൽ ഇവിടെ -1, ഇവിടെ -1, രണ്ടും ഈക്വൽ ആവാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര H+ ആഡ് ചെയ്യണം? 2 H+ ആഡ് ചെയ്യണം. 2 H+ ആഡ് ചെയ്താലല്ലേടാ ഇവിടെ നമുക്ക് ടോട്ടൽ ചാർജ് ഇപ്പോൾ -1ലേക്ക് എത്തി നിൽക്കുക. നേരെ മറിച്ച് റൈറ്റ് സൈഡിൽ ഞാൻ ആഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ -1 എന്നുള്ളതിലേക്ക് ഞാൻ H+ ആഡ് ചെയ്താൽ അത് 0 ആകും, പിന്നെ +1 ആകും, +2 ആകും, +3 ആകും. അങ്ങനെ H+ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടല്ലേ പോവുക. അതൊരിക്കലും -3ക്ക് ഈക്വൽ ആവില്ല. മനസ്സിലായോ? H+ എവിടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എവിടെ ആഡ് ചെയ്താലാണോ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചാർജിന് ഈക്വൽ ആവുക, അവിടെ ആഡ് ചെയ്യണം. എന്നിട്ട് എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. എടാ ഇവിടെ ഇപ്പോൾ -3 ആണ് ചാർജ്, ലെഫ്റ്റ് സൈഡിൽ -3 ചാർജ്, റൈറ്റ് സൈഡിൽ -1 ചാർജ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ -3, ഒരു H+ ആഡ് ചെയ്താൽ -2, ഒരു H+ ആഡ് ചെയ്താൽ -1. അപ്പോൾ ഈ -1 ഇവിടുത്തെ -1 ഈക്വലായി. ആ ചാർജുകളെ ഈക്വൽ ആക്കാനാണ്. നേരെ മറിച്ച് ഇത് ബേസിക് മീഡിയ ആയിരുന്നു എന്ന് വിചാരിച്ചോ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ബേസിക് മീഡിയ ആയിരുന്നു, ഇവിടെ -3, ഇവിടെ -1. ബേസിക് മീഡിയ ആകുമ്പോൾ നമ്മൾ ആരെ ആഡ് ചെയ്യുക? OH- അപ്പോൾ വരുന്ന ആൾക്കും നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് കുറവുള്ളിടത്ത് കൊടുക്കേണ്ടി വരും. OH- ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നെഗറ്റീവ് ചാർജ് കുറവുള്ളിടത്തേക്ക് OH- ആഡ് ചെയ്താൽ നെഗറ്റീവ് ചാർജ് കൂടി വന്ന് ഇയാൾക്ക് ഈക്വലാവും. എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് H+ ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളിടത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് കുറഞ്ഞ് ചെറിയ വാല്യൂവിന് ഈക്വലാവും. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് H+ ആണ്. ലെഫ്റ്റ് സൈഡിൽ -3 ഉണ്ട്, റൈറ്റ് സൈഡിൽ -1 ഉണ്ട്. സോ -3 ഉള്ള ഭാഗത്തേക്ക് 2 H+ ഇട്ട് കൊടുത്താൽ അത് -1 ആയി, ചാർജ് ഈക്വലായി. നോക്കിക്കേടാ, സ്റ്റെപ്പ് നമ്പർ 3 ഭംഗിയായിട്ട് അവസാനിച്ചു. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്പർ 3യിൽ ഞാൻ എക്സ്ട്രാ വന്ന ആളെ ഞാനിവിടെ പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. ആകെ 2H+ എന്നുള്ളത് മാത്രമാണോടാ ആ സ്റ്റെപ്പ് നമ്പർ 3യിൽ എന്ത് വന്നിട്ടുള്ളത്? എക്സ്ട്രാ വന്നിട്ടുള്ളത്. ബസ് സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമേ പറയാറുണ്ട്, സ്റ്റെപ്പ് നമ്പർ 3യിൽ കിട്ടിയ ആളെ സ്കെലിട്ടണായിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുക. ഇപ്പോൾ ഫൈനലി 2MnO4- പ്ലസ് Br- പ്ലസ് 2H+. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കിട്ടിയ ആൾ. 2MnO2 പ്ലസ് BrO3-. ഇനി പറ സ്റ്റെപ്പ് നമ്പർ 4 വായിച്ചേ. ആഡ് വാട്ടർ, വെള്ളം ഒഴിച്ചു കൊടുക്കുക മോനെ, ടു ബാലൻസ് ഓക്സിജൻ, ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ. അപ്പോൾ ഓക്സിജൻ എവിടെ ഉള്ളതെന്ന് നോക്കിക്കേ. ലെഫ്റ്റിൽ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കിക്കേ. ഇതാ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് മോനെ? നോക്ക് മോനെ, ലെഫ്റ്റിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 × 4 8 ഓക്സിജൻ ഉണ്ട്. ശരിയല്ലേടാ? റൈറ്റിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 × 2 4 ഓക്സിജൻ പ്ലസ് BrO3-ൽ 3 ഓക്സിജൻ, ടോട്ടൽ 7 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ എവിടെ കുറവ്? റൈറ്റ് സൈഡിൽ. ആ റൈറ്റ് സൈഡിൽ ഓക്സിജൻ ആഡ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ എത്ര ഓക്സിജൻ കുറവുണ്ടോ അത്ര വാട്ടർ ഒഴിക്കുക. കാരണം എന്താ? ഓരോ വാട്ടറിലും ഓരോ ഓക്സിജൻ അല്ലേ ഉള്ളത്. H2O എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ അല്ലേ ഉള്ളത്. അപ്പോൾ നോക്കിയേ, ഒരു വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തിനാണത്? ഒരു ഓക്സിജൻ്റെ വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു വാട്ടർ ആഡ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് എഴുതി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കഴിഞ്ഞു. ഇതോടുകൂടെ ആ റിയാക്ഷൻ ബാലൻസ്ഡായി. ഇതിലിപ്പോൾ നിങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കിയാൽ മാംഗനീസിൻ്റെ എണ്ണം ലെഫ്റ്റിലോ റൈറ്റിലോ എത്ര മാംഗനീസ് ഉണ്ട്? ഈക്വലായിരിക്കും. ഓക്സിജൻ്റെ എണ്ണം ഈക്വലായിരിക്കും. ബ്രോമിൻ്റെ എണ്ണം ഈക്വലായിരിക്കും. ഹൈഡ്രജൻ്റെ എണ്ണം ഈക്വലായിരിക്കും. ടോട്ടൽ ചാർജ് എല്ലാം ഈക്വലായിരിക്കും. ലെഫ്റ്റിലോ റൈറ്റിലോ ഒക്കെ കംപ്ലീറ്റ്ലി ബാലൻസ്ഡായി. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ബാലൻസിങ് പഠിക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക. എടാ 100 ആളോട് ഞാനിത് സംസാരിക്കുമ്പോൾ ഒരു 80 ആൾക്കേ ഇത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ലിയർ ആവുള്ളൂ. ബാക്കി ഒരു 20 ആൾക്ക് ചിലപ്പോൾ ഒരൊറ്റം കൂടി കാണേണ്ടി വരും. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ കഴിവോ കഴിവുകേടോ ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മളിപ്പോൾ +1 +2 സയൻസ് എടുത്തത്. നമുക്കിതൊരു കരക്കെത്തിക്കണം.
അതിന് ചിലർ ഒരു വട്ടം കണ്ടാൽ മതി, അവൻ ഒരു വട്ടം കണ്ടിട്ട് പൊക്കോട്ടെ. നമ്മളവിടെ നിന്നിട്ട് എനിക്കിത് ഒരു വട്ടം കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല, ഞാൻ എന്താ അങ്ങനെയെന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയം കൂടി ഒരു വട്ടം കൂടി കണ്ടിട്ട് സെറ്റാക്ക്. ഇത് നമ്മുടെ ആവശ്യമാണ്. വേറെ ഒരു മനുഷ്യനും നീ ഇത് സെറ്റാക്കണമെന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. നീ പഠിക്ക്. ഒരു വട്ടം കണ്ടു, ഓക്കെ അല്ല, ഒരു വട്ടം കൂടി കാണും മോനെ, നിനക്കിത് സെറ്റാകുന്നു ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് മുത്താണ്, സിമ്പിളാണ്, 4 സ്റ്റെപ്പേ ഉള്ളൂ. ക്ലിയർ അല്ലേടാ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി നേരെ ഹാഫ് റിയാക്ഷൻ മെത്തേഡിലേക്ക് പോകാം. ഇതാ ബാലൻസിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. എടാ ഹാഫ് റിയാക്ഷൻ മെത്തേഡിന് നമുക്ക് 6 സ്റ്റെപ്പാണുള്ളത്, 6 സ്റ്റെപ്സ്. ഞാൻ ഓരോന്ന് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ സ്റ്റെപ്പ് എഴുതി തരാം. പെട്ടെന്ന് കുഞ്ഞുങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് എഴുതിക്കേ. ഒന്നാമത്തെ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞു തന്നെ, റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ, അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നത് അങ്ങനെ എടുത്തെഴുതുക. 2, അസൈൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അസൈൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്നിട്ട് ഇങ്ങനെയാണ്, സെപ്പറേറ്റ്, അവിടെ തന്നെയാണ്, സെപ്പറേറ്റ് ദം ഇൻടു ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. സ്റ്റെപ്പുകൾ 6 ഉണ്ടെന്ന് കരുതി ഭയങ്കര പ്രശ്നക്കാരനൊന്നുമല്ല, സിമ്പിളാണ്. ഞാൻ ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇപ്പോൾ നിങ്ങൾ എഴുത്ത് തീർക്ക്. നമ്പർ 3, ബാലൻസ്. നോക്കിക്കോട്ടോ, ബാലൻസ് ആറ്റംസ് അതർ ദാൻ, ബാലൻസ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. സ്റ്റെപ്പ് 4, ബാലൻസ് ഹൈഡ്രജൻ ബൈ ആഡിങ് H+, ബൈ ആഡിങ് H+, ആൻഡ് ഓക്സിജൻ ബൈ ആഡിങ് ഓയിൽ, ബൈ ആഡിങ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്തിട്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യുക. ഒക്കെ ഞാൻ പറഞ്ഞുതരും. സ്റ്റെപ്പ് 5, ആഡ് ഇലക്ട്രോൺസ് ടു ബാലൻസ് ചാർജ്. ചാർജ് ഈക്വൽ ആവാൻ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുക. മെയ്ക്ക്, അതിൻ്റെ ഫുൾ ബാക്കി തന്നെയാണ്, മെയ്ക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ഇൻ ഈച്ച് ഹാഫ് റിയാക്ഷൻ. ഒക്കെ ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ എഴുത്ത് തീർക്ക് പൊന്നു മക്കളെ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇൻ ഈച്ച് ഹാഫ് റിയാക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, സ്റ്റെപ്പ് 6, ആഡ് 2 ഹാഫ് റിയാക്ഷൻസ് ടുഗദർ. 2 ഹാഫ് റിയാക്ഷൻസ് ടുഗദർ. 2 ഹാഫ് റിയാക്ഷനുകളെ ആഡ് ചെയ്യുക. അപ്പോൾ നിന്നോടൊരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് പ്രകാരം താഴെ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ബാലൻസ് ചെയ്യൂ എന്ന് നിന്നോട് ചോദിച്ചാൽ, ഇതാ പൊന്നു മക്കളെ, ആ റിയാക്ഷൻ ഏതാണ് എന്ന് ചിന്തിക്കുന്നതിന്, എന്ന് എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ 6 സ്റ്റെപ്പ് ആദ്യം ഒന്ന് വിരിയിച്ച് വെക്ക്. അതവിടെ അങ്ങനെ വിരിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ കിട്ടിയില്ലേ മോനെ ഒരു 2 മാർക്ക്. ബാക്കിയല്ലേ നമ്മൾ ഇനി എക്സാമ്പിൾ ചെയ്യാൻ പോണേ, അത് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമ്പിളിൽ നിനക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ ഇത് പറ്റണില്ല, ഒഴിവാക്കിയിട്ട് പോകണം, എന്നാലും കിട്ടും ആ 1 മാർക്ക് കഴിച്ചുള്ള ബാക്കി മാർക്ക്. സിമ്പിളാ. നേരെ മറിച്ച് സ്റ്റെപ്പ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അതുപോലും കിട്ടൂല. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ ഹാർട്ട് ചെയ്യുക. ദാ നിനക്ക് ഞാൻ അനുവദിക്കുന്ന സമയം ഒരു 2 മിനിറ്റ് വീഡിയോ പോസ് ചെയ്തോ. ഈ 6 സ്റ്റെപ്പ് ഒരു 3 മിനിറ്റ് പിടിച്ചോ. 30 സെക്കൻഡ് ഓരോ സ്റ്റെപ്പ് പഠിക്കാൻ. 30 സെക്കൻഡ് സമയം എടുത്തിട്ട് ഓരോ സ്റ്റെപ്പ് ഒന്ന് കാണാൻ പഠിച്ചിട്ട് 3 മിനിറ്റിന് ശേഷം വാ. നീ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ദാ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ബാലൻസ് എഴുതി വെച്ചോട്ടാ. ഗിവൺ കെമിക്കൽ റിയാക്ഷൻ, ഗിവൺ റിയാക്ഷൻ അക്കോർഡിംഗ് ടു ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് പ്രകാരം താഴെ പറയുന്ന റിയാക്ഷനെ ഒന്ന് ബാലൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ മക്കളെ. ആ ബാലൻസ് റിയാക്ഷൻ ഏതാണ് ബാലൻസ് ചെയ്യാനുള്ളതെന്ന് എഴുതി വെച്ചോ. Fe2 പ്ലസ് Cr2O7 2- gives Fe3 പ്ലസ് Cr3+. ഇതാണ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അസിഡിക് മീഡിയം. ഓക്കെ, ഇതിനെ ഞാനൊന്ന് ബാലൻസ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അപ്പോടാ എല്ലാവരും ആ സ്റ്റെപ്പുകൾ മനസ്സിൽ വേണേ, എന്നാലേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോടാ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഒന്നാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പ് ഏതാ? അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതുക. അപ്പോൾ ആൻസർ എന്ന് എഴുതിയിട്ട് നിൻ്റെ ആൻസർ ഷീറ്റിൽ 6 സ്റ്റെപ്പ് വേണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ എടുത്തെഴുതുകയാണ്. റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. ഞാനത് നീല കളറിലേക്ക് മാറ്റുന്നുണ്ട്.
Fe2++ Cr2O7 2- gives Fe3++ Cr3+. വെറുതെ കിടക്കട്ടെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി. നെക്സ്റ്റ് ആരാടാ? സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ്. എടാ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ സ്റ്റെപ്പിലുള്ള സ്കെലിട്ടൺ ഒന്ന് എടുത്തെഴുതലാണ് ആദ്യത്തെ പണി. അപ്പോൾ അതൊന്നുകൂടെ എടുത്തെഴുതുന്നുണ്ട്. Fe2++ Cr2O7 2- gives Fe3++ Cr3+. ഇനി ഇതിന്മേലാണ് നമ്മളെ ബാക്കി പരിപാടികളൊക്കെ. അസൈൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിങ്ങൾ സ്റ്റെപ്പ് 2 വായിക്ക്. അസൈൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. അപ്പോൾ Fe2+ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 തന്നെ, Fe3+ +3 തന്നെ, Cr3+ +3 തന്നെ. പിന്നെ ഇപ്പോൾ എക്സ്ട്രാ നിങ്ങൾ കാണാനുള്ള ഇവിടുത്തെ ക്രോമിയം മാത്രമാണ്. അവിടുത്തെ ക്രോമിയം ഒന്ന് ചെയ്ത് നോക്കിയേ. അതിന് എക്സ് എന്ന് കൊടുക്ക്. എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2x - 14 = -2. സോ x = +6 എന്ന് നിനക്ക് അവിടുന്ന് സോൾവ് ചെയ്ത് കിട്ടും. +6. ഓക്കെ അല്ലേ? കുറേ തവണ നമ്മളിപ്പോൾ ചെയ്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി വിട്ടതാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അസൈൻ ചെയ്തു. നെക്സ്റ്റ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ പറയണേ, സെപ്പറേറ്റ് ദം ഇൻറ്റു ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. എടാ ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് എന്ന് സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് പറഞ്ഞേ, Fe2+ Fe3+ ആയി മാറിയപ്പോൾ അവിടെ നടന്നത് എന്താ? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? 2+ 3+ ആവുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ക്രോമിയം +6 എന്നത് +3 ആയിട്ടല്ലേ ഇടാ മാറിയത്? +6 +3 ആയി. അപ്പോൾ നടന്നത് എന്താ? റിഡക്ഷൻ. റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ, മറ്റിടത്ത് റിഡക്ഷൻ. ക്ലിയർ അല്ലേ കുഞ്ഞ്? ഇതിനെ ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും രണ്ടായിട്ട് എഴുതുക. ഇതാണ് നോക്കിയടാ ഓക്സിഡേഷൻ ഹാഫ്. ഏതാ ഓക്സിഡേഷൻ ഹാഫ്? ആ ഓക്സിഡേഷൻ നടന്ന പാർട്ട് മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ ആരാടാ ഓക്സിഡേഷൻ ഹാഫിൽ ഉണ്ടാവുക? Fe2+ gives Fe3+. അത് മാത്രം എടുത്ത് എഴുതുക. അതിനെയാണ് ഓക്സിഡേഷൻ ഹാഫ് എന്ന് പേര് വിളിക്കുക. അപ്പോൾ റിഡക്ഷൻ ഹാഫ് എന്താ ഉണ്ടാവുക? ബാക്കിയുള്ളത് Cr2O7 2- gives Cr3+. ക്ലിയർ അല്ലേ? ഓക്സിഡേഷൻ നടന്ന ആളെ മാത്രം എടുത്തെഴുതി, റിഡക്ഷൻ നടന്ന ആളെ മാത്രം എടുത്തെഴുതി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് വാമനെ. സ്റ്റെപ്പ് നമ്പർ 3 എന്താ? ബാലൻസ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. ആയിക്കോട്ടെ. സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്ന പണി? എന്താ ആദ്യം ചെയ്യുന്ന പണി? സ്റ്റെപ്പ് നമ്പർ 2ൽ കിട്ടിയ ആൾക്കാരെ എടുത്തെഴുതുക എന്നതാണ്. എടുത്തെഴുതി. ഓക്സിഡേഷൻ ഹാഫിൽ ആരാണെന്നുള്ളത് ഒന്നുകൂടെ എടുത്തെഴുതി. ആരാ? Fe2+ Fe3+ ആയി മാറുന്നു. റിഡക്ഷൻ ഹാഫിലുള്ള ആൾ എടുത്തെഴുതി. ആരാ? Cr2O7 2- Cr3+ ആയി മാറുന്നു. കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് നമ്പർ 3 ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്താണ് സ്റ്റെപ്പ് നമ്പർ 3? ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. ഓക്സിഡേഷൻ ഹാഫിലേക്ക് നോക്കിക്കേ. ഓക്സിഡേഷൻ ഹാഫിൽ Fe എത്ര ഉണ്ട്? ഒരെണ്ണം. ചാർജ് അല്ല കേട്ടോ ചോദിച്ചത്, എണ്ണമാണ് ചോദിച്ചത്. Fe2+ അല്ലേ സാർ എന്ന് ചോദിക്കരുത്, അത് അതിൻ്റെ ചാർജാണ്. എണ്ണ എത്ര എന്നുള്ളത് ഇവിടെ ഉണ്ടല്ലോ, 1. Fe3+ എത്ര ഉണ്ട്? 1. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ നീ അതിനെ തൊടാൻ പോണ്ട. ഇനി റിഡക്ഷൻ ഹാഫിൽ ക്രോമിയം ഇവിടെ 2 ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുക്കണം. പച്ച കളറിൽ വരുന്നതാണ് ഒരു സ്റ്റെപ്പിൽ ഞാൻ പുതിയതായി കൊടുക്കുന്ന എക്സ്ട്രാ കാര്യം. അപ്പോൾ അത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് നമ്പർ 3. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റെപ്പ് നമ്പർ 3ൽ കിട്ടിയ ആൾക്കാരെ എടുത്തെഴുതുക എന്നുള്ള ചടങ്ങ് ഞാൻ മുടക്കുന്നില്ല. ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞാൽ Fe2+ പറഞ്ഞോ Fe3+ ആയി മാറുന്നു. റിഡക്ഷൻ ഹാഫ് എന്ന് പറഞ്ഞാൽ പറഞ്ഞോ Cr2O7 2- എന്ന് പറയുന്ന ആൾ 2 Cr3+ ആയി മാറുന്നു. ഇതാണ് റിഡക്ഷൻ ഹാഫ്. ഓക്കെ അല്ലേ? ഇനി പറ ബാലൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 4ൽ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യുക എന്നതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ പച്ച കളറിൽ എടുക്കുന്നുണ്ട്. എല്ലാവരും ഓക്സിഡേഷൻ ഹാഫിലേക്ക് നോക്ക്. അവിടെ ഹൈഡ്രജൻ ഉണ്ടോ? അവിടെ ഹൈഡ്രജൻ ഇല്ല. അവിടെ ഓക്സിജൻ ഉണ്ടോ? അവിടെ ഓക്സിജനും ഇല്ല. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫിനെ നോക്കണ്ട. റിഡക്ഷൻ ഹാഫിലേക്ക് നോക്ക്. എടാ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്യണം. ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ആഡ് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്, ശരിയല്ലേ? ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ അവിടെ 7 വാട്ടർ ആഡ് ചെയ്യണം. ആയിരിക്കും പരാതി ഉണ്ടോ? ഞാനവിടെ ആദ്യം തന്നെ ഓക്സിജനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹൈഡ്രജൻ ഉണ്ടോ നോക്കടാ. ഹൈഡ്രജൻ ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു 14 ഹൈഡ്രജൻ വന്നില്ലേ മോനെ? 7H2O 14 ഹൈഡ്രജൻ ആയില്ലേ? അതിനെ ബാലൻസ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ഞാൻ 14 H+ കൊടുക്കണം. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ കൊടുക്കുക,
ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓക്സിജൻ ആദ്യം തന്നെ ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ അപ്പുറത്ത് 14 ഹൈഡ്രജൻ ഉണ്ടായി. ആ 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു 14 H+ ഇട്ട് കൊടുത്തു. കഴിഞ്ഞില്ലേ? സ്റ്റെപ്പ് നമ്പർ 4 കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 5 ആണ്. സ്റ്റെപ്പ് നമ്പർ 5 അവസാനത്തിലേക്ക് അടുത്തു. 2 സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എടാ സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും ഒന്നുകൂടെ എടുത്തെഴുതുക. Fe2+ ഗീവ്സ് Fe3+, ശരിയല്ലേ? റിഡക്ഷൻ ഹാഫ് ഇസ് ഈക്വൽ ടു പറഞ്ഞോ Cr2O7 2- 14H+ ഗീവ്സ് 2Cr3++ 7H2O. ഇതാണ് ഇപ്പോൾ അതിൻ്റെ സ്കെലിട്ടൺ. ഇനി ചാർജ് ഈക്വൽ ആക്കണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5 വായിച്ചു നോക്കിയേ. ആഡ് ഇലക്ട്രോൺസ് ടു ബാലൻസ് ചാർജ്. ചാർജ് ഈക്വൽ ആക്കാൻ ഇലക്ട്രോൺ ആഡ് ചെയ്യുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ മോനെ. ചാർജ് ഈക്വൽ ആക്കാൻ പോവാണ്. ഞാൻ ചാർജ് ഈക്വൽ ആക്കുന്നതിന് മുമ്പ് ചാർജ് ഈക്വൽ അല്ല എന്നൊന്ന് മനസ്സിലാക്കാൻ, ഈക്വൽ അല്ലെങ്കിലാണല്ലോ നമ്മൾ ഈക്വൽ ആക്കേണ്ടത്. ഞാനിവിടെ ഒന്ന് എടുത്തെഴുതണ്ടേ. ഓക്സിഡേഷൻ ഹാഫിൻ്റെ ലെഫ്റ്റിലെത്ര റൈറ്റിലെത്ര, റിഡക്ഷൻ ഹാഫിൻ്റെ ലെഫ്റ്റിലെത്ര റൈറ്റിലെത്ര ചാർജ് ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ ഇവിടെ ഒരു ടേബിളാക്കി വെക്കാം, ഒരു ഭംഗിക്ക്. എല്ലാവരും ഓക്സിഡേഷൻ ഹാഫിലേക്ക് നോക്ക്. ഓക്സിഡേഷൻ ഹാഫിലേക്ക് എല്ലാവരും നോക്ക്. ഇതാണല്ലോ ഓക്സിഡേഷൻ ഹാഫ്. അതിൻ്റെ ലെഫ്റ്റ് ഇതാണ് ലെഫ്റ്റ്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? +2. റൈറ്റിൽ എത്ര ചാർജ് ഉണ്ട്? +3. അപ്പോൾ ഞാൻ അതൊന്നും ആദ്യം എഴുതി വെക്കണ്ടേ. ലെഫ്റ്റിൽ +2 ചാർജ് ഉണ്ട്, റൈറ്റിൽ +3 ചാർജ് ഉണ്ട്. ഇനി ഇത് ഈക്വൽ ആക്കണമെങ്കിൽ ഞാൻ എവിടെയാടാ ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടി വരിക? നിങ്ങൾ ആലോചിച്ചോ. എടാ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ മോനെ? അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പോസിറ്റീവ് ചാർജ് കുറഞ്ഞല്ലേ വരിക? അപ്പോൾ കൂടുതലുള്ളിടത്തേക്കാണോ? ഇത് +2, ഇത് +3. +2ലേക്ക് ഞാൻ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ കുറഞ്ഞ് പോകും. ഇതിനെങ്ങനെ ഈക്വൽ ആകുമോ? ഈ +3ക്ക് ഈക്വൽ ആവില്ലല്ലോ. നേരെ മറിച്ച് +3 കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളിടത്ത് ഞാൻ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? +3 ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതോടുകൂടി തന്നെ +2 ആകും. ശരിയല്ലേടാ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ +3ലേക്ക് ഒരു ഇലക്ട്രോൺ കൂടെ വന്നാൽ ഒരു നെഗറ്റീവ് ചാർജ് കൂടെ എക്സ്ട്രാ വരും. +3 എന്നുള്ളത് +2 ആകും, ഈക്വൽ ആകും. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത്? ഈ ഭാഗത്തേക്കാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. ശരിയല്ലേ? +3 ഭാഗത്തേക്കാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്യണം? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ്. ഓക്സിഡേഷൻ ഹാഫിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുക. ഇനി റിഡക്ഷൻ ഹാഫിലേക്ക് വാ. റിഡക്ഷൻ ഹാഫിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് ആദ്യം നോക്കിക്കോ. ഇവിടെ ഓക്കെ. നോക്കിയേ. Cr2O7 2-. അപ്പോൾ അവിടെ എത്ര ചാർജ് ഉണ്ട്? -2. 14H+ എന്ന് പറഞ്ഞാൽ +14, ടോട്ടൽ +12. ഓക്കെ അല്ലേ? റൈറ്റ് സൈഡിൽ 2Cr3+ +6, വാട്ടറിന് 0. അപ്പോൾ +6 മാത്രം. അപ്പോൾ ഞാനതൊന്ന് എഴുതി വെക്കണ്ടേ. റിഡക്ഷൻ ഹാഫിൻ്റെ ലെഫ്റ്റിൽ +12ഉം റൈറ്റിൽ +6ഉം. അപ്പോൾ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കുമ്പോൾ നമ്മൾ എവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യുക? എവിടെയാണോ പോസിറ്റീവ് ചാർജ് കൂടുതൽ അവിടെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുക. ഇത് +12, ഇത് +6. കൂടുതലുള്ളിടത്തേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്താൽ അത് കുറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിന് ഈക്വൽ ആകും. നേരെ മറിച്ച് കുറവുള്ളിടത്തേക്ക് ആഡ് ചെയ്താൽ കുറഞ്ഞ് ഇലാ യൗമിൽ ഖിയാമ അത് ഇതിന് ഈക്വൽ ആവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആഡ് ചെയ്യണം. എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ആഡ് ചെയ്യേണ്ടത്. ശരിയല്ലേ? +12 ഉള്ളതിൻ്റെ സൈഡിലേക്ക് ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം? 6 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. എന്നാലല്ലേടാ +12 കുറഞ്ഞ് +6 ആവുള്ളൂ. 6 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് എനിക്ക് കിട്ടി റിഡക്ഷൻ ഹാഫിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഓക്സിഡേഷൻ ഹാഫിൻ്റെ റൈറ്റ് സൈഡിലുമാണ് ഞാൻ ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. പഠിച്ചോ. ഇതാണ് ഓക്സിഡേഷൻ ഹാഫ്. അതിൻ്റെ ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡ് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഇതാണ് റിഡക്ഷൻ ഹാഫ്. റിഡക്ഷൻ ഹാഫിൻ്റെ ആരോ മാർക്കിനൊന്ന് ഭംഗിയാക്കിയാൽ അവിടെ നമുക്ക് എഴുതാൻ സ്ഥലം കിട്ടും. റിഡക്ഷൻ ഹാഫിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 6 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 5ൽ ഒരു ചെറിയ വരി കൂടി ബാക്കിയുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. നോക്കടാ. ആഡ് ഇലക്ട്രോൺസ് ടു ബാലൻസ് ചാർജ് എന്നുള്ള വരെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിൻ്റെ അടുത്തൊരു സെക്കൻഡ് ഹാഫ് ഉണ്ട്. വായിച്ചേ. മേക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ഇൻ ഈച്ച് ഹാഫ് റിയാക്ഷൻ. ആ 2 ഹാഫ് റിയാക്ഷനിലും നീ ആഡ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ ഈക്വൽ ആക്കണം. എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ലേ? പക്ഷെ ഒരു പുണ്ണാക്കില്ല. നിങ്ങൾ നോക്കിയേ. എടാ ഓക്സിഡേഷൻ ഹാഫിൽ നീ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്തു? 1 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫിൽ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്തു? 6 ഇലക്ട്രോൺ. ആ എണ്ണം സെയിം ആവണം. ഇവിടെ 1 ഇലക്ട്രോൺ, ഇവിടെ 6 ഇലക്ട്രോൺ. എണ്ണം സെയിം ആണോ? അല്ല. ഈ 1നെ 6 ആക്കാൻ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലല്ലേ എണ്ണം സെയിം ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ എണ്ണം സെയിം ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഓക്സിഡേഷൻ ഹാഫിനെ മൊത്തത്തിൽ ഞാൻ 6 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ ആ ഇലക്ട്രോണിൻ്റെ
മൊത്തം എണ്ണം 6 മാറുള്ളൂ. അപ്പോൾ ഈ ഓക്സിഡേഷൻ ഹാഫ് എങ്ങനെയായി എന്നൊന്ന് പറഞ്ഞേ, 6Fe2+ ആയി. ഇതാ ഇവിടെയും 6 വരും, ഇവിടെയും 6 വരും, ഇവിടെയും 6 വരും, എല്ലായിടത്തും 6 വരും. 6Fe2+ ഗീവ്സ് 6Fe3++ 6 ഇലക്ട്രോൺസ്. ഇപ്പം എന്തായി? ഓക്സിഡേഷൻ ഹാഫിൽ 6 ഇലക്ട്രോൺ, റിഡക്ഷൻ ഹാഫിൽ 6 ഇലക്ട്രോൺ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 6, സിമ്പിൾ സ്റ്റെപ്പ്, ആഡ് 2 ഹാഫ് റിയാക്ഷൻസ് ടുഗദർ. ഈ 2 ഹാഫ് റിയാക്ഷനെയും ഒരുമിച്ച് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇതാ സ്റ്റെപ്പ് നമ്പർ 6 ഞാനിവിടെ എഴുതുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 6 എങ്ങനെയാണ്? സ്റ്റെപ്പ് നമ്പർ 6 എഴുതുക, 2 ഹാഫ് റിയാക്ഷനും ആഡ് ചെയ്യുക. എങ്ങനെയാണ് റിയാക്ഷൻസ് ആഡ് ചെയ്യുകയെന്ന് നിങ്ങൾക്കറിയോ? റിയാക്റ്റൻ്റ് സൈഡിലുള്ള എല്ലാവരെയും ഒരുമിച്ച് എഴുതുക, പ്രൊഡക്റ്റ് സൈഡിലുള്ള എല്ലാവരെയും ഒരുമിച്ച് എഴുതുക. പരിപാടി കഴിഞ്ഞു. എങ്ങനെ? റിയാക്റ്റൻ്റ് സൈഡിലുള്ള എല്ലാവരും ഒരുമിച്ച് എഴുതുക, പ്രൊഡക്റ്റ് സൈഡിലുള്ള എല്ലാവരും ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഞാൻ കുറച്ച് സ്പേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഈ വരച്ച ടേബിളും കാര്യങ്ങളൊക്കെ ഞാനാണ് മായ്ച്ച് കളയുന്നുണ്ട്. എന്നിട്ട് സ്റ്റെപ്പ് നമ്പർ 6 ഞാൻ കുറച്ച് മുകളിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 6, എടാ റിയാക്റ്റൻ്റ് സൈഡിലുള്ള എല്ലാവരെയും ഇതാ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓക്സിഡേഷൻ ഹാഫിലെ റിയാക്റ്റൻ്റ് ഇതല്ലടാ, ഓക്സിഡേഷൻ ഹാഫിലെ റിയാക്റ്റൻ്റ് അത് ആദ്യം എഴുതുക, 6Fe2+. എന്നിട്ട് റിഡക്ഷൻ ഹാഫിലെ റിയാക്റ്റൻ്റ് ഇതല്ലടാ, റിഡക്ഷൻ ഹാഫിലെ റിയാക്റ്റൻ്റ് ഇതാ ഇത്രയും പാർട്ട്, അതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതുക. Cr2O7 2- + 14H+ + 6 ഇലക്ട്രോൺ ഗീവ്സ്. അപ്പോൾ റിയാക്റ്റൻ സൈഡിലുള്ള എല്ലാവരും ഓക്സിഡേഷൻ ഹാഫിലും റിഡക്ഷൻ ഹാഫിലുള്ള എല്ലാവരും ഒരുമിച്ച് എഴുതിയതിന് ശേഷം ആരോ മാർക്ക് ഇടുക. പ്രൊഡക്റ്റ് സൈഡിലുള്ള എല്ലാവരും ഒരുമിച്ച് എഴുതുക. ഓക്സിഡേഷൻ ഹാഫിൽ ആരാടാ? പ്രൊഡക്റ്റ് സൈഡിൽ 6Fe3++ 6 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫിൽ ആരാടാ? 2Cr3++ 7H2O. എൻ്റെ തലക്ക് പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, കാര്യം മനസ്സിലാക്കുക. ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയിട്ടുള്ള ആളെ വെട്ടി അങ്ങോട്ട് ഒഴിവാക്ക്. ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയിട്ടുള്ള ആളാരാ? 6 ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ വെട്ടി ഒഴിവാക്ക്. ബാക്കിയുള്ള ആൾ എടുത്തെഴുതിക്ക് 6Fe2++ Cr2O7 2- + 14H+ ഗീവ്സ് 6Fe3+, കണ്ടാ, + 2Cr3+ + 7H2O. കഴിഞ്ഞു മോനെ കഥ. ഇത്രയേ ഉള്ളൂ ഹാഫ് റിയാക്ഷൻ മെത്തേഡിലെ ബാലൻസിങ്. എത്ര അടിപൊളിയായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന റിയാക്ഷൻ നോക്കി. ഇതൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് 6 സ്റ്റെപ്പുകളിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ എന്നെ സഹായിച്ചത് ഈ ഒരു 6 റൂളാണ്. ഇത് പഠിച്ചാൽ ഇത് മുത്തല്ലേ മുത്ത്. പഠിച്ചോ മോനെ. കൂടുതൽ ക്ലാസ് വേണോ? കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരന് ഷെയർ ചെയ്തോളൂ. എന്നിട്ട് അവനോടൊക്കെ ഒന്ന് കാണാൻ പറ. CM അക്കാഡമി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. മലപ്പുറത്താണ് സെൻറ്റർ. ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളും നോട്ടുകളും ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും ലൈവും റെക്കോർഡഡും ഓഫ്ലൈനും ഓൺലൈനും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് മക്കൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു മടിയും വേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ എടുത്തു വെച്ചോ, നിനക്കതൊരു മുതൽക്കൂട്ടാവും. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കും തന്നെ പുതിയ ചാപ്റ്ററും പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊരു മൂഡാവുമല്ലോ. അതിനുവേണ്ടി കൂട്ടുകാരനൊക്കെ ഒന്നാണ് അയച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചു. ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിരുന്നാൽ ഞങ്ങളാൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഹെൽപ്പുകളും അവൈലബിൾ ആകാൻ പരിപാടിയെല്ലാം സിമ്പിളായിരിക്കും. ഇനി ഇതൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് CM അക്കാഡമിയിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. പിന്നെ കാണാം. താങ്ക് യു.